الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. بسم الله الرحمن الرحيم. وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. صدق الله مولانا العظيم. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. الله سبحانه وتعالى ഞങ്ങളെ ഈ മജ്‌ലിസ് ഖബൂൽ ചെയ്യുമാറാവട്ടെ. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ജുബൈൽ സോൺ KCF പ്രസിഡന്റ് ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് സാഹിബ് ഉസ്താദ്, ഷാഫി മദീന ഉസ്താദ്, ആസിഫ് ഹാജി കൂടിനവർ അടക്കമുള്ള പ്രിയപ്പെട്ട നേതാക്കന്മാരെ, ഉസ്താദുമാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഇൽമുടെ മജ്‌ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂറുകയും സാധ്യമായതും അതൊക്കെ നല്ല ഒരു അവസരം KCF ദുബൈൽ സോൺ ഒരുക്കി തന്നത് വലിയ സൗഭാഗ്യമാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇതിൽ വന്ന മുഴുവൻ ആണിങ്ങ പെണ്ണിങ്ങ ചെറിയങ്ങ വലിയങ്ങ എല്ലാവർക്കും അള്ളാഹു വലിയ ബർക്കത്തും സന്തോഷവും വർദ്ധിപ്പിച്ച് തരുമാറാവട്ടെ. മാഷാ അല്ലാഹ്. ഞങ്ങളുടെ അൽക്കോബറിൽ അള്ളാഹു ബർക്കത്ത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, വിശാലമായി ചൊല്ലുകൊള്ളുന്ന ടൈമല്ല. ഏതായാലും ഇങ്ങനെ മറുഭൂമി മറുകാടും കൂടെ വന്നിട്ട് പ്രയാസപ്പെട്ട് പണിയെടുക്കണമെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാർ, അതുപോലെ ഞങ്ങളുടെ ഫാമിലി, ഞങ്ങൾക്കെല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം KCF കൊടുക്കുന്നത് ഏറ്റവും വലിയ ഒരു ചാൻസാണ്, ഗോൾഡൻ ചാൻസ്. അതൊക്കെ വേണമായി ജാവുമ്പോഴും പ്രവർത്തിക്കണമെങ്കിൽ ആൾമാർക്ക് പ്രിയപ്പെട്ട ഉമ്മമാർ പ്രത്യേകമായി ദ്വാരക്കൊണ്ടുണ്ടെന്നതാണ് വസിയത്താക്കിക്കൊണ്ടുള്ളത്. പരിശുദ്ധമായ ഹജ്ജ് തിങ്കളിലാണ് ഞങ്ങളുള്ളത്. ധാരാളം ആൾമാർ ഹജ്ജിൽ പോയോണ്ടുള്ളാറ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ മഹാന്റെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാമുടെ കുടുംബത്തെ അനുസ്മരിക്കണമെങ്കിൽ ഒരു തിങ്കളാണ് ദുൽഖഅദ, ദുൽഹിജ്ജ. ഇതെല്ലാം ഹജ്ജ് തിങ്കൾ. ശവ്വാലിലൂടെ ഹജ്ജിലെ ഇഹ്റാം തുടങ്ങും. അങ്ങനെ ഈ തിങ്കൾ യുദ്ധം ഹറാമായ തിങ്കൾ, അഷ്ഹുറുൽ ഹുറും, വലിയ മഹത്വമുള്ള തിങ്കളാണ്. ഇതിൽ വളരെ പ്രധാനമായി ഇബ്രാഹിമി കുടുംബത്തെയാണ് ഞങ്ങൾ സ്മരിച്ചുകൊണ്ടുള്ളത്. ഒരു കുടുംബം 4000 വർഷം കഴിഞ്ഞെങ്കും ലോകമെമ്പാടും സ്തുതിക്കപ്പെട്ടുകൊണ്ടും ചൊല്ലത് ആ കുടുംബം ഈ ലോകത്ത് ആക്കിങ്കത്തെ ദൗത്യവും കർത്തവ്യവും ഞങ്ങളുടെ ഹിദ്മത്തും എത്രയാണ്. വെറും ഇബ്രാഹിം നബി അലൈഹിസ്സലാമുൽ അത് ഒതുങ്ങുള്ള കമാ സല്ലൈത അലാ ഇബ്രാഹിം വബാരിക് അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ തഹിയ്യാത്തുൽ ഞങ്ങൾ ചൊല്ലാം. കമാ സല്ലൈത അലാ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ബർക്കത്ത് കിട്ടിയ ബ്ലെസ്സഡ് സമുദായമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുടുംബവും. അതുപോലെ നീ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നത് ബർക്കത്താക്കണമുണ്ട്. എപ്പോഴും സ്മരിച്ചുകൊണ്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ സ്മരിക്കാത്ത ഒരു നാളില്ല ലോകത്ത്. അബുൽ അംബിയാ ചൊല്ല പേരിൽ അറിയപ്പെടുന്ന ആളാണ് സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ള ആ കുടുംബത്തെ മൊത്തം ഞങ്ങൾ സ്മരിച്ചുകൊണ്ടുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമുടെ മോനാണ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം. ആ മഹാന്റെ ഉമ്മയാണ് ഹാജർ ബീവി റളിയല്ലാഹു അൻഹ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം
ഉമ്മത്തിനാണ് ഖുർആൻ ചൊന്നത്. ഒരു വ്യക്തിയല്ല, അതൊരു ശക്തിയാണ്, ഒരു സമുദായമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകത്ത് തൗഹീദ് പഠിപ്പാട്ടുവാനായിട്ട് ഏറ്റവും കൂടുതൽ സഞ്ചരിച്ചെങ്കത്ത ഒരാളാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെ അയാളെ മാത്രമല്ല അയാളെ കുടുംബത്തെ സ്മരണയും വെച്ചത്. ഹജ്ജാക്കിടേണ്ടൊന്നെങ്കിൽ എന്താണ്? ഒരു കുടുംബത്തെ സ്മരിക്കുന്നതാണ് ഹജ്ജ്. ഹജ്ജ് കഅബാലയത്തെ മുട്ട പോകുമ്പോൾ നമുക്ക് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ നനപ്പാവുള്ളൂ, മക്കാം ഇബ്രാഹിമിയുടെ മുട്ട പോകുമ്പോൾ നനപ്പാവുള്ളൂ, സംസമിയുടെ മുട്ട പോകുമ്പോൾ നനപ്പാവുള്ളൂ, അപ്പുറത്ത് സഅയ്യാക്കും മസ്ഹത്തെ മുട്ട പോകുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇബ്രാഹിമി സ്മരണയാണ്. അതില്ലാത്ത ഒന്നില്ല. ഇക്കട്ട് സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ ഏറ്റവും മഹത്വമുള്ള ഇബ്രാഹിം നബി സ്നേഹിച്ചെങ്കത്തെ ഭാര്യയാണ് ഹാജർ ഉമ്മ റളിയല്ലാഹു അൻഹ. പ്രിയപ്പെട്ട സഹോദരിമാരൊട്ടിക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഉമ്മയുടെ ഈജിപ്തിൽ സാറ ബീവി, ഈജിപ്തിൽ അയ്മകൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാമുക്ക് ഗിഫ്റ്റായി കിട്ടിയെങ്കത്തെ ഒരു പെണ്ണാണ്. സാറ ബീവിക്കാണ് ഗിഫ്റ്റായി കിട്ടുക ഹാജർ ഉമ്മയുടെ. ആ ഹാജർ ഉമ്മയുടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊടുക്കും. ഭയങ്കര ബിർസാണ്, നല്ല ചെറുപ്പക്കാർത്തിയാണ്, ബാൽക്കർത്ത്. ആ ഉമ്മയിലൂടെയാണ് ഇസ്മായിൽ നബി അലൈഹി സ്വലാം ചൊല്ല കിടാവ് ഉണ്ടാവുക. അങ്ങനെ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിലൊട്ടി അള്ളാഹു ചൊല്ല ഈ പ്രിയപ്പെട്ട ഭാര്യയുടെയും കിടാവുടെയും കൊമ്പോയിട്ട് മക്കത്തെ മറുളുകാടുകളാക്കണു. ബറുടുഭൂമി ഒന്നുമില്ലാത്ത ജാഗയാണ്. അവിടെ പോയിട്ട് നീ ആക്കണു. മക്കത്തെ സിറ്റിയാക്കിയെങ്കത്ത ആളാറുണ്ട് കേട്ടെങ്കിൽ അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. അതുപോലെ ഖുദ്സ് ഭൂമി അതിനെയും നഗരമാക്കിയെങ്കത്ത ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം. മദീനത്തെ ഒരു സിറ്റിയാക്കി കൊണ്ടുവന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നതല്ല, ദുൽഹിജ്ജ ആയതുകൊണ്ട് ചെന്നുകൊണ്ടുള്ള ഹജ്ജ് ദിനങ്ങളായതുകൊണ്ട് പരീക്ഷണങ്ങൾ മാത്രമാണ്. ത്യാഗപൂർണമായ ജീവിതം നയിച്ചെങ്കത്ത ഒരു കുടുംബമാണ്. സ്വന്തം പെഞ്ഞായിടെ കൊണ്ടുപോയിട്ട് മക്കത്തെ ആ ബറുട് ഭൂമിയിലാക്കണവും ചെന്ത് ചെറിയ കിടാവ് കയ്യിലുണ്ട്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഈ കിടാവുടെയും ഉമ്മയുടെയും എടുത്തുകൊണ്ട് ഫിലസ്തീൻ്റെ പണ്ട് എത്രമോ കിലോമീറ്റർ യാത്രയാക്കിയിട്ടങ്ങ് പണ്ടാറ് വന്നിട്ട് മക്കത്തിൽ ചരിത്രം ചൊല്ലു കുതിരയുടെ കീഴിൽ അല്ലെങ്കിൽ താൻ സഞ്ചരിക്കുന്ന വാഹനത്തെ കീഴിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം എഞ്ഞിട്ടേ ഇല്ലാണ്ടാണ്. നിങ്ങളവിടെ ആക്കുകയാണ് ചെന്ന്, അവിടെ എന്തും ഇല്ല, അവിടെ ഒന്നുമില്ലാത്തെങ്കത്തെ ജാഗയാണ്. കഅബയെല്ലാം പൊളിഞ്ഞു പോയിട്ട് ഒന്നുമില്ലാത്തെങ്കത്തെ ജാഗയിൽ പ്രിയപ്പെട്ട ഉമ്മടെ അവിടെ എലിപ്പാട്ടർ ഹാജർ ഉമ്മടെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം ചൊല്ലേണ്ട ചെറിയ കിടാവിടെ എലിപ്പാട്ടിട്ട് നേരെ പോണ്ടു, എതിർ പോണ്ടു. വാഹനത്തെ കീഴ് പോലും ഇല്ല. അള്ളാഹുടെ കൽപ്പനയാണ് അങ്ങനെ ആക്കണമുണ്ട്. അങ്ങനെ ഈ ഉമ്മക്ക് ബേജാറോട് ബാക്കലങ്ങ് ഓടും. ഞങ്ങളെ എവിടെ വിട്ടിട്ടു നിങ്ങൾ എവിടെ കാണും ഓടിയോണ്ടുള്ളേ, എവിടെ കാണും പോയോണ്ടുള്ളേ, എഞ്ഞിട്ട് പോലും ഇല്ലല്ലേ, വ്യവസ്ഥ എന്തും ഇല്ല, കുറച്ച് ഈത്തപ്പടവും തണ്ണി മാത്രമാണ്, വേറെ എന്തും ഇല്ല. ആ സമയത്ത് ഒന്നും ഉണ്ടില്ല, ബാക്ക് തിരിഞ്ഞ് നോക്കില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാം. എന്നിട്ട് അപ്പൊ കേൾക്കിട് ആ അല്ലാഹു അമറക ബിഹാദാണ്ട് കേൾക്കിട്. അതാണ് നഞ്ചൻ. ഈ ഉമ്മ ആ മഹാന്റെ ഒട്ടിയെ ഭർത്താവിടെ ഒട്ടിയെ കേൾക്കിട് അള്ളാഹു ആണോ നിങ്ങളൊട്ടിയെ ഇങ്ങനെ കൽപ്പിച്ചിരേന്ന് കേൾക്കിട്. അപ്പ ചൊല്ലു നാം തലയാട്ടിത്തുണ്ടാണ്, വേറെന്തും ഉണ്ടില്ല. അതേ ചൊന്നിട്ട് നേരെ വിടും. അങ്ങനെ ദൂരെ പോയിട്ട് എത്തി നോക്കിടൂ. സ്വന്തം പെഞ്ഞായിടെ വിട്ടുപോണ്ടല്ലേ, കിടാവിടെ വിട്ടുപോണ്ട്, ആരും ഇല്ലാത്ത ജാഗ. അവിടെ ഒരു ദുആ നടത്തു. റബ്ബന ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദീ സർഇൻ ഇൻദ ബൈതികൽ മുഹറം റബ്ബന ലിയുഖീമുസ് സ്വലാഹ വജഅൽ അഫ്ഇദതൻ മിനൻ നാസി തഹ്വി ഇലൈഹിം വർസുഖ്ഹും മിനസ് സമറാത്തി ലഅല്ലഹും യശ്കുറൂൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഒരു ദുആ നടത്തു. അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും കിടാവുടെയും ബറുടുഭൂമിയിൽ ഞാൻ ആക്കിപ്പോയോണ്ടുള്ള ഗൈരി ദീ സർഇൻ കൃഷിയില്ലാത്ത ഭൂമിയാണ്. എന്തിനാണ് ഞാൻ ആക്കിക്കൊണ്ടുള്ളേ? ഇവിടെ വലിയ മറുഭൂമിയുണ്ട്, ഇവിടെ റിയൽ എസ്റ്റേറ്റ് ഉദ്യമാക്കുവാനായിട്ടല്ല. നിന്റെ സ്മരണ നിലനിർത്തണമെങ്കിൽ താഴ്മാറിനാവണം. അന്ത്യനാൾ വരെ ഇങ്ങളിലൂടെ നിന്റെ സ്മരണ നിലനിർത്തണമെങ്കിൽ ഒരു വിഭാഗത്തെ നീ ഉണ്ടാക്കണോ. അങ്ങനെ ദ്വാർക്കിട് വർസുഖും മിനസ് സമറാത്ത്, എനിക്ക് എല്ലാ പഴവർണ്ണങ്ങൾ ഫ്രൂട്ട്സ് നീ കൊടുക്കണമെന്ന് എന്നിട്ട് ദ്വാർക്കിട്. അങ്ങനെ ദ്വാർന്നിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോണ്ട്. അപ്പൊ ഞാൻ ചൊല്ല ആ ദ്വാഴത്തെ ഫലാണ് ഇണ്ട് മക്കത്തിൽ എന്ത് വെളിഞ്ഞില്ലെങ്കിലും ലോകത്ത് സുബൈയാവടാട്ടി മുന്നിൽ ലോകത്തെമ്പാടുമുള്ള ഫ്രൂട്ട്സ് എവിടെ കിട്ടും എന്നെങ്ങ് മക്കത്ത് കിട്ടു. അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ദ്വാഴത്തെ ഫലാണ്. കൂടെ ഞങ്ങളെ ഉമ്മമാർ ഞങ്ങൾ എല്ലാം മനസ്സിലാക്കണായത് ഈ ഹാജർ ഉമ്മ റളിയല്ലാഹു അൻഹാൻ ചെല്ലങ്കത്തെ ഈ ചെറുപ്പക്കാർക്ക് ഈ പ്രിയപ്പെട്ട ചെറിയ വയസ്സിലെ ഉമ്മ കിടാവിടെ കൊണ്ടുപോയിട്ട് കയ്യിൽ കൊടുക്കൂടെ ആരുമാറും സഹായിക്കുകയില്ലേ. അപ്പൊ അയിമയുടെ മനസ്സിൽ ഞാൻ ഉടമേ നിൽക്കണു, ഭർത്താവൂടെ വിട്ടുപോയോണ്ടുണ്ടോ,
അല്ലാഹു അമറക ബിഹാദ, പടച്ചോനാണോ നിങ്ങൾ ഒട്ടി ചെന്നത്? ഒക്കും ചെന്നപ്പോ പിന്നെ അയിമ തിരിഞ്ഞു നോക്കില്ല, അവിടെ നിൽക്കണം. അള്ളാഹുവിലുള്ള അചഞ്ചലമായ അപാരമായ വിശ്വാസം. ഭർത്താവ് അങ്ങേയറ്റം സഹായിച്ചിട്ട് നീ എന്താണോ അള്ളാഹുടെ കൽപ്പന പ്രകാരം ആക്കടെ, അവിടെ നന്റെ വയ്ക്ക് ഞാനൊരു കേസ് നിങ്ങളൊട്ടി ആക്കാതെ നക്ക് അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ വിശ്വാസമുണ്ട്. പടച്ചോണ്ട് നാൻ നമ്മുടെ അതുകൊണ്ട് വരടുഭൂമിയിൽ നിൽക്കട് സംസം ചൊല്ലേ ലോകത്ത് ഇണ്ടും എക്കാലത്തും നിക്കാതെങ്കത്തെ ലോക മഹാത്ഭുതങ്ങളിൽ പെടുത്തുക പറ്റെങ്കത്തെ സംസം ആ ഉമ്മയിലൂടെ പ്രിയപ്പെട്ട കിടാവിലൂടെ ലോകത്തിൽ അള്ളാഹു സമർപ്പണാക്കിക്കൊണ്ടുള്ളു. ഇന്റെ ഹജ്ജിക്ക് പോകുമ്പോ സൈ ആക്കട സ്വപത്തെ മറുവത്ത് സ്വപത്ത് വേണ്ട. അങ്ങനെ പോകുമ്പോ അതെന്തിനാണ് പോണ്ടേന്ന് കേട്ടെങ്കിൽ അതിലൊരു ഹിക്മത്ത് നിങ്ങൾക്ക് എന്തും കണ്ടല്ലേ. എന്തിക്ക് ഒരു പർവ്വതത്തെ പിന്നൊരു പർവ്വതത്ത് പോണ്ടേ, വേറെ സ്വരന്തും ഇല്ലേ? എന്താണ് അതിലെ ഹിക്മത്തിന് കേട്ടെങ്കിൽ പഠിച്ചോണ്ട് കൊണ്ടു എന്റെ ഞാനവിടെ നടക്കണു. 4000 വർഷത്തിന് മുന്നിൽ ഒരു ഉമ്മ അഞ്ഞ നടന്നത് അതുകൊണ്ട് നടക്കണു. രാജ നടക്കണു, പ്രജയും നടക്കണു, മുതലാളിയും നടക്കണു, തൊഴിലാളിയും നടക്കണു. എല്ലാവരും സ്വഫത്തെ മറുവത്ത് പോണു, മറുവത്തെ സ്വഫത്ത് പോണു. അങ്ങനെ പോകുമ്പോ നെനപ്പാവണു ഹാജർ ചൊല്ലത് ഒരു അടിമപ്പെണ്ണാണ്. അണ്ട താൽമാര ദൃഷ്ടിയിൽ വിലയില്ല, അടിമപ്പെണ്ണ്. പക്ഷേ ആ അടിമപ്പെണ്ണ് ചവിട്ടിയെത്ത ജാഗയിൽ സൗദി രാജാവടക്കം ചവിട്ടണു. എല്ലാവരും ചവിട്ടിട്ട് പോണു. 4000 വർഷത്തെ ഹിസ്റ്ററി മനസ്സിൽ കൊമ്പണ്ടെങ്കത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് ഹജ്ജ്. അപ്പൊ ഞാൻ ചെന്ന് വന്ന് ഹജ്ജിൻ ചെല്ലുമ്പോ ഹജ്ജ് തിങ്ങളും ചെല്ലുമ്പോ ഈ പ്രിയപ്പെട്ട ഉമ്മടെ ഞങ്ങൾക്ക് നെനപ്പാവണു. ഹാജർ ഉമ്മ റളിയല്ലാഹു അൻഹ അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചിട്ട് അള്ളാഹു ആണോ കൽപ്പിച്ചത് എങ്കിൽ ഞാൻ എന്തും സിദ്ധാണ്, ഞാൻ എന്തിനും റെഡിയാണ് ചെന്നിട്ട് ഭർത്താവ് വലിയ സപ്പോർട്ടാക്കി കേട്ട ഉമ്മയാണ് സയ്യിദത്തുന ഹാജർ റളിയല്ലാഹു അൻഹ. ചരിത്രത്തിൽ ഞങ്ങൾ പരിശോധിക്കണമെങ്കിൽ ഇങ്ങനെ കുറെ ഉമ്മമാർ ദീനീ ഖിദ്മത്ത് രംഗത്ത് ഞങ്ങളെ ഏറ്റവും വലിയ റോൾ ഞങ്ങൾ കണ്ടുകൊണ്ടുള്ള ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം എടുത്തു നോക്കുമ്പോൾ കുറെ ഉമ്മമാർ അങ്ങ് കടന്നുകൊണ്ടാറ്. ഒന്ന് സ്വന്തം ഉമ്മയാണ്. ആ ഉമ്മടൊട്ടിಗೆ അള്ളാഹു ചൊല്ലത് ചെറിയ കിടാവും ആൺകിടാവിടെ ഫിറഔൻ കൊല്ലുട. അപ്പൊ ഞാൻ എന്തരാക്കണം, കൊല്ലുടൻ കൊമ്പോയിട്ട് നിങ്ങൾ കടൽ കിടന്നുണ്ടാ ചൊല്ലേ. അങ്ങനെ ആരെങ്കിലും ഇടുവാറ മുന്നിലെ പേടിച്ചിട്ടാണ് ഉള്ളേ. ഫിറഔൻ കൊല്ലുടാനാണ് ചൊല്ല പേടി. അപ്പൊ അവന്റെ കൊലടത്തൊട്ട് രക്ഷപ്പെടണുണ്ടായെങ്കിൽ ഉമ്മി മൂസാ നബി അലൈഹി സ്വലാമിയുടെ ഉമ്മടൊട്ടിಗೆ ഞങ്ങൾ വഹി മുഖാന്തര അറിയിച്ച നിങ്ങൾക്ക് പേടിയാവുക, ഞങ്ങൾ രക്ഷപ്പെടുത്തറ. നീ ആ കിടാവിടെ പോയിട്ട് ചെന്ന് നെയിൽ നദിക്ക് പോയിട്ട് ഇടണുണ്ടാണ് ചൊല്ലുന്നത്. അങ്ങനെ അള്ളാഹുടെ മുട്ടത്തെ കൽപ്പന വന്നപ്പോ ഈ ഉമ്മ വേറെന്തും നോക്കിയില്ല, പ്രിയപ്പെട്ട കിടാവിടെ പോയിട്ട് നെയിൽ നദിക്കാണ് ആരെങ്കിലും ഇടണു. കാരണം നീ ചൊന്നത് അള്ളാഹുവാണ്, അള്ളാഹുടെ മുട്ടത്തെ ആജ്ഞയാണ്. അതാണ് ഞാൻ ചൊന്നോണ്ടുള്ളേ. അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം ഞങ്ങളൊട്ടിಗೆ ചൊന്നാറുണ്ടായെങ്കിൽ പിന്നെ ഒരു അപ്പീലില്ലേ ഇല്ല. അവൻ ചൊന്നാണ് അത് നോക്കുകയേ ഇല്ല. നന്റെ നിരക്കരടാൾമാർ അങ്ങനെ ആക്കടാർ, ഇങ്ങനെ ആക്കടാർ, അതൊക്കെ നോട്ടമേ ഇല്ല. ഒരു മഞ്ഞിലാവുമ്പോ കയ്യും കണക്കുമില്ലാത്ത അനാചാരങ്ങൾ ഇന്ന് നടക്കട്. ഈ ഇടക്ക് ഞാൻ ചെന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹോദുന്നു മൗലിദോദുന്നു നിങ്ങൾക്ക് ചില ആൾമാർക്ക് വലിയ പ്രയാസം. ആ പ്രോഗ്രാം ഒന്ന് ഡിലീറ്റ് ആക്കണു. ഓക്കെ, ഡിലീറ്റ് ആക്കിയിട്ട് 1000കണക്കിൽ എക്സ്ട്രാ പ്രോഗ്രാമുകളെ കൊമ്പണ്ടാറ്. അതൊന്നും വിഷയമേ അല്ല. ഒരു മഞ്ഞത്തെ പേരിൽ ഒരു തിങ്കൾ പ്രോഗ്രാം ആവുള്ളൂ. ഇത് ആര് പടിപാട്ടിയത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പടിപാട്ടില്ല. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജണ്ട് പോതാൻ ചൊന്നെങ്കിൽ അത് കാറും റെഡിയില്ല, അത് വേണ്ടാൻ ചെല്ലാറ്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തിയോണ്ടുള്ളേ, ഞങ്ങൾ ആസുപാസുൽ പരിസരത്തിൽ എന്തെല്ലാം അനാചാരങ്ങൾ നടന്നുകൊണ്ടിരിക്കും. പക്ഷെ അതിനെ ഒത്തിട്ടു പ്രവാഹത്തിൽ ഒപ്പാട്ടിട്ട് ഞാൻ പോണ്ടേൻ ചൊല്ലത് ഒരിക്കലും ദീനല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിതു ബിഹി. നിങ്ങളെ കൂട്ടത്തിൽ ഒരാൾ സത്യവിശ്വാസി ആവണുണ്ടായെങ്കിൽ നാൻ കൊമ്പന്നവിടെ നിൽക്കുക അവിടെ എങ്കിൽ മാത്രമാണ് അവന് സത്യവിശ്വാസി. അഥവാ ചെറുപ്പ് കൊപ്പാട്ടിട്ട് കാൽ മുറിക്കുക തീരാണ്ട് അതിലർത്ഥം. കാൽ കൊപ്പാട്ടിട്ട് ചെറുപ്പ് മുറിക്കുക ഞങ്ങൾ ഇതിന്റെ നേരെ ഉൾട്ടാക്കിക്കൊണ്ടുള്ള അങ്ങനെ എല്ലാവരും അങ്ങനെ ആക്കിടാറല്ലേ. റായ അങ്ങനെ പോയോണ്ടുണ്ടല്ലേ, അതുകൊണ്ട് നാണും അപ്പറ പോണ്ടേ. ഇങ്ങളെ ಬಗ್ಗೆ ബുദ്ധിമാൻ ചെല്ലല്ലേ. റോഡ് സൈഡിൽ കുറെ പെണ്ണിങ്ങ അങ്ങനെ ശരീരം മൊത്തം ഓപ്പൺ ആക്കി പോയോണ്ടുള്ള ഹിജാബ് ധരിച്ചോണ്ടില്ലേ. അതുകൊണ്ട് റായ അങ്ങനെ പോണ്ടു, നാണും പോണ്ടേ ചൊല്ലത് ബുദ്ധിವಂತಿಕೆയല്ല. മേളിലെ കീഴി ഇങ്ങനെ തണ്ണി വന്നോണ്ടുണ്ടു പുറത്ത ചൊല്ലേ നക്ക് മീൻ തൊകുതരേ. എങ്ങനെ മീൻ തൊകുതരേ? അവനെ ഇങ്ങനെ കിടന്നു കൊടുത്ത അവന്റെ ഇങ്ങനെ തണ്ണി എടുത്തോണ്ട് കീഴ് പോയിട്ട് അവന്റെ ಬಗ್ಗೆ ആരും ഈജിപ്പെട്ടു ചൊല്ലൂല്ലേ. അവನು പ്രവാഹത്ത് ഒത്തിട്ടാണ് മീന്തിയോണ്ടുള്ളേ.
ഓണൊരു ഈജുപെട്ടു അവനുണ്ടായെങ്കിൽ മേലിന്റെ കീഴ് തണ്ടി വരുമ്പോ കീഴിന്റെ മേൽ പോകണം, അത്ര സുലാബന്ധം ഇല്ല. അങ്ങനെ ഒരുത്തക്ക് പോവുക അവിടെ. അതാണ് ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിതു ബിഹി. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ആയുധം സൗന്ദര്യം സമ്പത്ത് എന്തിനേണ്ടി കേട്ടെങ്കിൽ എന്തിനായിട്ടിരിക്കും? ചില പെണ്ണിങ് ചെല്ലുവാറ് ബംഗാറ്, ചില പെണ്ണിങ് വേറൊന്നും ചെല്ലുവാറ്. ഞാനൊക്കെ ചെന്ന് ഒരു പക്ക ക്ലാസ് എടുക്കുമ്പോ ബംഗാറ് യാർ അകത്യ ആറുകയും കേട്ടെ. അപ്പൊ എല്ലാ പെണ്ണിങ് എല്ലാവരും ചെന്നാർ ബംഗാർ ആർക്ക് അകത്യ, ബംഗാർ പെണ്ണിങ്ങിಗೆ അകത്യാൻ ചെന്നാർ. അല്ല, ബംഗാർ അകത്യന ആണിങ്ങൾക്കും ചെന്നു പഠിച്ചോനെ. അപ്പൊ എല്ലാം ചിന്തിച്ച് ആണിങ്ങൾക്ക് അകത്യ എന്താ ചെന്നെങ്കിൽ മങ്ങിലാവുമ്പോ ചെല്ലാറുള്ള ചില ആൾമാർ 30 പൗൺ ബംഗാർ തരണുണ്ട്. 30 പൗൺ എന്ത് അത് അവ കെട്ടുമ്പോ ഉപകാരം അവിടെ അല്ലേ ചില ആൾമാർ ചിന്ത. അങ്ങനെ ചില ആൾമാർ 50 പൗൺ എടുക്കാറുള്ള എന്തിക്ക് അങ്ങ് വേറെ ഗാഡി എടുക്കുക കച്ചവടാക്കുക. അങ്ങനെ ആണുക്ക് ഉപകാരത്തിൽ അല്ല, അതുക്കല്ല. ബംഗാർ പെണ്ണിന്റെ സൗന്ദര്യം ബംഗാറിന് ചൊന്നെങ്കിൽ ബംഗാർ അകത്യ ആർക്ക് ആണുക്കും കേട്ടെ കച്ചവടാക്ക കൊണ്ടല്ല ഞാൻ ചൊന്നേ. ഈ പെണ്ണിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കാനായത് ആണുകാണ്. ഏതാണ്? സ്വന്തം ഭർത്താവുകാണ്. സ്വന്തം ഭർത്താവുകാണ് സൗന്ദര്യം പ്രദർശിപ്പിക്കാനായത്. അങ്ങനെ പ്രദർശിപ്പിക്കുക ബംഗാറിന്റെ അകത്യം കൊണ്ടുണ്ടായെങ്കിൽ പെണ്ണ് ബംഗാർ ധരിക്ക. ഈ പെണ്ണ് ആർക്ക് വേനായിട്ടാണ് ഇപ്പൊ ബംഗാർ ധരിച്ചുകൊണ്ടുള്ള? ആണുക്ക് വേനായിട്ടാണ്, സ്വന്തം ഭർത്താവുക്ക് വേനായിട്ടാണ് ബംഗാർ ധരിച്ചുകൊണ്ടുള്ളത്. അപ്പൊ പെണ്ണിന്റെ സൗന്ദര്യം ബംഗാർ അല്ല. പിന്നെന്താണ് പെണ്ണിന്റെ സൗന്ദര്യം? പെണ്ണിന്റെ സൗന്ദര്യം എന്തിനേണ്ടി കേട്ടെങ്കിൽ സയ്യിദുന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ആ സംഭവത്തിൽ പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പാട്ടി തന്നുകൊണ്ടുണ്ടു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈജിപ്തിൽ ഒരാളെ കൊന്നിട്ടു നബിയാവിടെ അട്ടി മുന്നിൽ നേരെ നടക്കിട് നെയിൽ നദിയുടെ തീരത്തിലൂടെ റെഡ് സീയുടെ സൈഡിലൂടെ ഇങ്ങനെ നടന്നിട്ട് ബഹുമാനപ്പെട്ട സയ്യിദുന ഷുഐബ് അലൈഹി സ്വലാത്തു വസ്സലാമുടെ ഔത്തുകത്തിൽ ഒരു സംഭവം. ആ എത്ര അട്ടി മുന്നിൽ ഒരു പക്ക ഒരു തണൽ ഇടറ്. അവിടെയാണ് 2 പെൺമക്ക ദൂരെ നിന്നിട്ട് ഇങ്ങനെ തണ്ണി എടുക്കുക ആയോണ്ടില്ല ദൂരെ നിന്ന് കാത്തോണ്ടുള്ളാറ്. അപ്പോ ഒരാൾക്ക് സഹായം വേണുണ്ടായെങ്കിൽ അപ്പുറം പോയിട്ട് കേൾക്കാം, അങ്ങ് ഇപ്പറ കാക്കണോണ്ടില്ല. ഇതെല്ലാം ഖുർആൻ പഠിപ്പാട്ട പാടാണ്. മൂസാ നബി അലൈഹി ഇസ്ലാമുക്ക് എന്താ ചെയ്യും? അങ്കെന്ദ്രമോ ഒരു സഹായത്തെ അകത്യമുണ്ടു പോയി കേടുത്ത് നിങ്ങെന്തെങ്കിലും വേണം. എന്താണ് സഹായം? അപ്പൊ ചെന്നാറ് അബൂന ഷെയ്ഖും കബീർ, ഞങ്ങളെ ബാപ്പക്ക് ചെന്ന വയസ്സായി അയാൾക്ക് തണ്ണിക്ക് പിറകു ആവില്ല, ഉടലിൽ ആണിങ്ങാണില്ല. അങ്ങ് പോയാൽ പിന്നെ ഞങ്ങൾ തണ്ണി എടുക്കടാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അപ്പുറത്തൊരു കിണയിട്ട് അത് എത്ര ആൾമാറും ഉദ്ദാക്കിയെങ്കിൽ ആവാത്തെങ്കത്തെ ഒരു കല്ല് അതിലിണ്ട്. അതിൽ മൂസാ നബി അലൈഹി സ്വലാം ഉദ്ദാക്കിയിട്ട് അപ്പുറം വെച്ചിട്ട് തണ്ണി എനിക്ക് കോരിയിട്ട് കൊടുത്തു. ചരിത്രം ഞാൻ ചൊല്ലില്ല. അങ്ങനെ ബാപ്പട മുട്ട പോയാറ്. പോയപ്പോ ബാപ്പടൊട്ടിക്ക് ചെന്നാർ ഒരു ചെറുപ്പക്കാരൻ, നല്ല മാന്യതയുള്ള ഒരു ചെറുപ്പക്കാരൻ ഞങ്ങൾക്ക് തണ്ണി എടുത്തു തന്നത്. ബാപ്പ ചൊല്ലുന്നു ബിൽച്ച പറഞ്ഞു. ആ ബിൽച്ച പണ്ടെങ്കത്തൊരു രംഗം അഥവാ ഈ ഷുഐബ് നബി അലൈഹി സ്വലാമുടെ മോളും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമുടെ മുട്ട ബണ്ട രംഗത്തെ ഖുർആൻ വിശദീകരിച്ചിട്ട് ഈ 2 പെൺമക്കളെ കൂട്ടത്തിൽ ഒരു പെണ്ണ് ബന്ധ എങ്ങനെ ബന്ധുണ്ട പറയുമ്പോ അലസ്തിഹ്യാ ഭയങ്കര ചങ്കിയാണ്, നാണമുണ്ട് ഈ പെണ്ണുക്ക്. ഖുർആൻ ഒരു പെണ്ണുക്ക് പഠിപ്പാട്ടിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്തിനേണ്ടി കേട്ടെങ്കിൽ ഖുർആൻ ചൊന്നത് ഇസ്തിഹ്യാ ഹയാ ചങ്കയാൻ ചൊല്ലതാണ് പെണ്ണിന്റെ ആയുധം. ആധുനിക ലോകത്ത് ഏറ്റവും കൂടുതൽ നശിച്ചു പോയത് എന്തിനേണ്ടി കേട്ടെങ്കിൽ ഹയാ ആണ്. പെണ്ണിടെ റോഡും പുറത്തും കൊമ്പന്നങ്ങ് മാത്രമാണ് ഇന്ന് ലോകം നടക്കടേ, അഥവാ അങ്ങനെ സ്വാർത്ഥമായ താല്പര്യങ്ങൾ നടക്കടേ. അതേസമയത്ത് പെണ്ണങ്ങ് നശിച്ചുകൊണ്ടാണ്. ഹയാലും ചൊല്ലത് ഏറ്റവും വലിയ സമ്പത്താണ്. അതിനെ നശിപ്പിച്ചാൽ എവിടെ ചങ്കയില്ലാണ്ട് അവിടെ അന്ത്യനാൾ പൂകളത്തെ ദൂരത്തിലുണ്ടുണ്ട്. അതിനർത്ഥം മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പാട്ടി തന്നുകൊണ്ടുണ്ടു. അങ്ങനെ ആവുമ്പോ നാണും വിചാരിക്കൽ എന്തിനു ചൊന്നെങ്കിൽ നക്കും അങ്ങ പോയ പോലെ പോണു, നക്കും അങ്ങനെ ആവണു, നക്കും ഇങ്ങനെ ആവണു. അത് ഇസ്ലാം അല്ലാണ്ടാണ് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഇവിടെ ഹയാലും ചൊല്ലത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ചില ആൾമാർക്ക് പെണ്ണുങ്ങളെ അങ്ങനെ തടഞ്ഞു വെക്കണയ്ക്ക് തകർത്തിയുണ്ടാകും. പെണ്ണും ആണും സമാണ്, സമത്വത്തെ സന്ദേശം ലോകത്ത് ചൊല്ലെങ്കിൽ താഴ്മാറുള്ള ആണും പെണ്ണും സൈക്കിളിലെ 2 ടയർ പോലെയാണ്, അല്ലെങ്കിൽ ബൈക്കിലെ 2 ടയർ പോലെയാണ്. ഒന്ന് പഞ്ചറായെങ്കിൽ പിന്നൊന്ന് പോകണില്ലേ, സമാണ്. ഇതെല്ലാം ചൊല്ലെങ്കിലത്തെ നല്ല വാദ. അതേസമയത്ത് ആണും പെണ്ണും ആണുക ആണിൻ്റെതായ മഹത്വം ഇസ്ലാം കൊടുത്തു, പെണ്ണുക്ക് പെണ്ണിൻ്റെതായ മഹത്വം ഇസ്ലാം കൊടുത്തു. ഇസ്ലാം പെണ്ണുക്ക് ഏറ്റവും കൂടുതൽ മഹത്വം കൊടുത്തുകൊണ്ടാണ് ഞാൻ വായിക്കുമെന്ന കൊന്തവിടെ പരിശുദ്ധ ഖുർആനും ഹദീസും വായിക്കുമ്പോൾ ഇസ്ലാം ചിലപ്പോൾ ആണ്ടാട്ടി വലിയ പവറും മഹത്വവും ആർക്ക് കൊടുത്തുന്നു കേട്ടെങ്കിൽ ഞാൻ പെണ്ണുകൾ ചെല്ലുവേ. അതേസമയത്ത് അർറിജാലു ഖവ്വാമൂന അലൻ നിസാ, പെണ്ണുക്ക് പ്രകൃതിപരമായ ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യം ഉള്ളതുകൊണ്ട് അവളെ നിയന്ത്രിക്കുക ഒരാൾ വേണു. സുബൈഡ പിടിച്ച് മൊയ്ത്തോളം ഒരു പക്ക സമ്മേളനം നടത്തൂല. എന്താണ് സമ്മേളനം? പെണ്ണിങ്ങൾക്ക്
എതിരെ തരണുണ്ട്, എതിരെ സ്വാതന്ത്ര്യം തരണു, സമത്വം തരണു, പെണ്ണുങ്ങളെ സമര. അങ്ങനെ അസറാവുമ്പോൾ ഒരു അനൗൺസ് വന്നൂല, ഇനി ഔത്തുക്ക് പോകണമെങ്കിൽ നിങ്ങളെ മാപ്പിളമാരെ പറഞ്ഞിട്ട് ആറും ഔത്തുക്ക് പോകുക തീരാന്ന് ചൊന്നിട്ട് അനൗൺസ് ആക്കിയാറുണ്ട്. സുബൈനെ പിടിച്ച് മൊയ്ത്തോളെ കൈക്കാലുത്താക്കിയിട്ട് സമറാക്കിയതെല്ലാം തണ്ണിയിൽ പോയ പോലെ എന്തേ ഓൾ ഔത്തു പോകണമെങ്കിൽ ഭർത്താവ് വേണു. ഇസ്ലാം പഠിപ്പാട്ടിയത് അതാണ്. പ്രവാഹം ഒരു നദി മേലിന്റെ കീൽ ഒഴുകുമ്പോ ചില വെഡിങ് വിചാരിക്കണേ കീലിന്റെ മേൽക്ക് പോലെ കടത്തണു ലോകത്ത് നടക്കണമെങ്കിൽ വിഷയമാണ്. ത്രികാലജ്ഞാനിയായ അള്ളാഹുള്ള എല്ലാം അവന്റെ കയ്യിലാണ്, അവനക്ക് എല്ലാം ഒന്നുണ്ട്. ഇസ്ലാം പെണ്ണ് ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തു. ഞാൻ മനസ്സിലാക്കിയ പെണ്ണ് റാണിയാണ് ഇസ്ലാമിന്റെ ദൃഷ്ടിയിൽ. അവൾക്ക് എന്തെല്ലാമാണ് ആക്കിക്കൊടുക്കണായ ഒരു പുരുഷൻ, എല്ലാം അവൾ റെഡിയാക്കി കൊടുക്കണു ഒരു പെണ്ണ്. ആ വിഷയം ചൊല്ലുക ഇപ്പം ആരെയും ചൊന്നും കൂടി എതിർ തെറ്റാൻ കർസമുണ്ട്. അപ്പോ അത്രയും വലിയ മഹത്വങ്ങൾ പെണ്ണിന് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നില്ലേ, ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും അത്തീബു വന്നിസാ. പെണ്ണിന് ചെന്നെങ്കിൽ അരക്കാസിലെ വിലയില്ലെന്ന് അവളുടെ കുഴിച്ചു മുടി കൊണ്ടിരുന്നാറ്. ചില ആൾമാർ ചെല്ലാറല്ലേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെണ്ണിനൊട്ടിയ പ്രേമാണ്. അതെ പ്രേമാണ്. എന്തേ ആ പെണ്ണിടെ ജീവിക്കുക വിട്ടുകൊണ്ടില്ലെന്ന് അവൾ ഭോഗവസ്തുവാണ്. ആ സമയത്ത് ലോകത്തെ മുന്നിൽ പ്രഖ്യാപിച്ചിട്ട് നക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളെ ലോകത്ത് മൂന്നാണ്. ഒന്ന് അത്തീബ്, സുഗന്ധത്തൊട്ടി നക്ക് ഭയങ്കര ഇഷ്ടമാണ് സുഗന്ധം. പിന്നൊന്ന് വന്നിസാ, പെണ്ണുങ്ങളൊട്ടിಗೆ ഇഷ്ടമാണ്. ഏത് കാലത്ത് ചൊല്ലേണ്ട അന്തജാക്കുള്ളി. എന്നിട്ട് ഒന്ന് പെണ്ണിന്നെങ്കും സുഗന്ധമിന്നെങ്കും നക്ക് കൺകുളിർക്കെ സന്തോഷിക്കുക പറ്റുന്നത് നിസ്കാരത്തിലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹാ ചൊല്ലുവർക്ക് നന്റെ മുട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് നണ്ടൊട്ടിയെ എടുത്ത്, പെഞ്ഞായിമാരൊട്ടികൾ വലിയ ഇഷ്ടമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. നണ്ടൊട്ടിയെ തെല്ലിനാറാകുമ്പോൾ എടുത്ത് നാനൊന്ന് നിസ്കരിക്കോ പോകട്ടാണ് കേട്ട് സമ്മതം കേട്ടിട്ടാ പോണ്ടേ. സ്വന്തം ഭാര്യനൊട്ടിയെ സമ്മതം കേട്ടിട്ട് പോണ്ടേ നിസ്കരിക്കണമെങ്കിൽ എവിടെയും കൊടുക്കണായ ആൾമാർക്ക് വേണായ ഹക്ക് കൊടുക്കണം. ഞാൻ ഒരാൾ കെട്ടിത്ത് ഏർവാടിയിലെ ഉള്ളുണ്ട് അയാൾ ചൊല്ല ഞാൻ ഏർവാടിയിലെ ഇക്കലേ എന്തേ പെഞ്ഞായി മക്കളല്ല ഞാൻ വിട്ടു വന്നേ ഞാൻ ഏർവാടിയിൽ സിയാറത്ത് ഫുള്ള് സിയാറത്ത് പെഞ്ഞായി മക്കൾ എത്തി പാവാ. അങ്ങനെ എന്തും ഇല്ല, എവിടെയും എല്ലാത്തും നിയമമുണ്ട്. അപ്പൊ ഇവിടെ എന്തായിട്ട് ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം പെഞ്ഞായിരൊട്ടിയെ ഞാൻ നിസ്കരിക്കോ പോട്ടാ. അപ്പൊ ആയിഷ ഉമ്മ ചൊല്ലു, ഇന്നി ഉഹിബ്ബു ഖുർബക് യാ റബ്ബി നബിയെ സല്ലല്ലാഹു അലൈഹി നിങ്ങൾ നന്റെ മുട്ടയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നന്റെ ഇഷ്ടത്തായിട്ട് നിങ്ങളെ ഇഷ്ടത്തെ ഞാൻ മുന്തിച്ചുകൊണ്ടുള്ള നിങ്ങൾ പോറുകൊണ്ട് ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ ചെന്ന്. അപ്പൊ ഇക്കട്ട് പെണ്ണിന് വലിയ സ്ഥാനം കൊടുത്തുകൊണ്ടാണ് ഞാൻ ചൊന്നേ. പെണ്ണിന് ഇസ്ലാം ബംഗാരട്ടി വലിയ സ്ഥാനം കൊടുത്തു. ഒരു ജ്വല്ലറിയുടെ അങ്കടിയിൽ ഞങ്ങൾ ബംഗാർ എടുക്കോ പോയാണ്ടായെങ്കിൽ സുബ്ഹാനല്ലാഹ് ആ ബംഗാർ എത്ര ബന്തോബസ്തിലാണ് അവൻ വെച്ചിട്ടിക്കടേ. ഇനി അവൻ നക്ക് ബംഗാർ തണ്ടാണ്ടായെങ്കിൽ പെട്ടിനെ മേൽ പെട്ടി ഉൾക ഇട്ടിട്ട് നല്ലൊരു ചീലൽ ഭയങ്കരമാക്കിയിട്ട് ആദരിച്ചിട്ടാണ് തൻ്റെ. കാരണം ആ ബംഗാറിന് അത്ര പവറുണ്ടോ. ആ ബംഗാർ റോഡ് സൈഡിൽ വിൽക്കുള്ളതല്ല. ബംഗാറിന്റെ അങ്ങടിയുടെ മുന്നിൽ ജാവുക എത്രമാ സെക്യൂരിറ്റി വെച്ചിട്ട് പോണ്ട, അത്രയും വലിയ പവറുണ്ട് അതിക്ക്. അതേ സമയത്ത് ഞങ്ങൾ സാധാരണ അങ്ങടി പിന്നെ സാധാരണ അങ്ങടെ എതിരിൽ ഉപ്പിട കോണിക്കടി ಅದಕ್ಕೆ ഒരു സെക്യൂരിറ്റി ഇല്ല. എത്രമോ ഉപ്പിട കോണി ഇങ്ങനെ വെച്ചിരിക്കുന്നത് അതിൽ ആറ് പുറത്ത് പോയി തല വെച്ചമേ ഇല്ല. എന്തേ ഉപ്പുക്ക് എത്ര പൈസ ഉണ്ട് ഇപ്പൊ വന്നിട്ടുണ്ടെങ്കിൽ ഉപ്പുക്ക് വിലയില്ല. സംഗതി ഉപ്പിട അത്ര പവറുള്ളത് വേറെ ഒന്നും ഇല്ല. പക്ഷെ ഉപ്പിട കൊണ്ട് പറത്തിട്ടിട്ട് കൊണ്ട് എന്നെ ആറ് പുറത്ത് പോയി അവനക്കൊരു തിന്നാവുണ്ടല്ലാണ്ട് വേറെ ഒന്നും പ്രയോജനമില്ല. പുറത്ത് പോകണ്ടായി കാറും സെക്യൂരിറ്റി വെക്കില്ലേ. അപ്പൊ ഞാൻ എവിടെയിട്ടുള്ള ഇസ്ലാം പെണ്ണ് കൊടുത്തത് ബംഗാറിന്റെ പോലത്തെ പവറാണ്. അവൾ ഹിജാബ് വേണു, മറ വേണു, അല്ലാത്ത സമത്വം വാദിക്കടവന് പെണ്ണ് കൊടുത്തത് ഉപ്പിട കോണിയുടെ വിലയാണ്. ഇസ്ലാം അങ്ങനെയല്ല. ഇസ്ലാം വലിയ പവർ കൊടുത്തു. അവള് ഹിജാബ് കൊടുക്കണമെന്ന് ചൊന്നു. സാധാരണ മുറിഞ്ഞെടുക്കലുണ്ട്. മുറിഞ്ഞെടുക്കുമ്പോൾ തർക്കാരി പോയിട്ട് എടുക്കുമ്പോൾ അതിലാരും ഇങ്ങനെ പെട്ടിരൊഴുകാക്കിയിട്ട് തണ്ടില്ലേ. അതൊക്കെ ഒരു കട്ലാസ് പോലും ചുറ്റില്ല. അതിൽ വില എത്രമേ. പിന്നെ അവൻ്റെ ടീച്ചർ ഒരു കട്ലാസ് ചുത്തുള്ളപ്പാൻ ചെന്നെങ്കിൽ അവന് തലയുടെ പിടിച്ച് കാലത്തോളം കട്ലാസ് ചുറ്റില്ല. അവൻ കാലി മുട്ടുപോക്കുള്ള ഇടയിൽ മാത്രം ചുറ്റിയിട്ട് നിനക്ക് തന്നെ. അപ്പൊ ഇസ്ലാം അല്ലാത്ത പെണ്ണുകളുടെ വില അത്രേ. ഇസ്ലാമുടെ പെണ്ണ് വജ്ര വൈഡൂര്യത്താട്ടി മഹത്വമാണ്. ഇത് മനസ്സിലാക്കല്ല ഒരാൾമാർ വിവരദോഷികളാണ്. അപ്പൊ ഞാൻ ചെന്ന വിഷയം മറക്കണ്ട. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നവിടെ നക്ക് നിൽക്കുക. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ ഹിജാബിടോകു ചൊന്നറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീഅത്തനുസരിച്ച് ജീവിക്കണോ കണ്ടൊട്ടിയെ ചെന്നറ്. അവിടെ ഞാൻ ഇനി ഏത് ഖാജ വന്നിട്ട് ഫത്വ കൊടുത്തെങ്കും ഏറ്റവും വലിയ ഖാജ ഫത്വ തന്നിട്ടായിട്ട് ആരത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമാ ആതാകുമുർ റസൂലു ഫഖുദു വമാ നഹാകും അൻഹു ഫന്തഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെന്നറ അത് നിങ്ങൾ സ്വീകരിക്കൂ, അല്ലാത്തത് നിങ്ങൾ വിട്ടുവിടൂ. അതുക്കാണ് ഈമാൻ ചൊല്ലേ. ആ ചൊന്ന പലക്കയിക്കുമ്പോ അതിരാട്ടി അപ്പുറത്ത് വേറെ ഒരുത്ത ചൊന്നെങ്കിൽ ഞാൻ ആ ഭാഗത്തേക്ക് പോണ്ടില്ലേ. അവൻ ചൊന്നത് ദീനല്ല, ഇതാണ് ദീൻ.
അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഉട നിക്കൊകുന്നക്കാവണു അതുക്കാണ് ഇസ്ലാം ചൊല്ലേ, അതുക്കാണ് ദീൻ ചൊല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ, സ്വഹാബത്ത് എത്രയാണ്. ഞാൻ പലപ്പോഴും സൂറത്തുർ റഹ്മാൻ ഓതുമ്പോൾ വിചാരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് ചൊന്നെങ്കിൽ പിന്നെ ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ എത്ര വിജയം. അതിന്റെ അങ്ങനെ ചൊല്ലു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആണും പെണ്ണും കളറുക തീരാൻ ചൊന്നു, ഇഖ്തിലാത്ത് പാടില്ല. അതൊരു ക്വസ്റ്റ്യൻ ആക്കടെ ചെമ്മ ആൾമാറുള്ള എന്തിനാ അവിടും ഇണ്ട്. ശാലാ ശിക്ഷണത്തെ പേരിൽ കുറെ സ്റ്റേറ്റിൽ പെണ്ണുടെയും ആണുടെയും ഒരേ ബെഞ്ചിൽ ദപ്പാട്ടൊന്നും ചൊല്ല സമരങ്ങൾ വരെ നടന്നുകൊണ്ടുപോകും. അപ്പൊ ഞങ്ങൾ തീരാൻ ചൊന്നെങ്കിൽ നിങ്ങൾ അഭിവൃദ്ധിക്ക് എതിരുകൾ ചെല്ലാർ. എന്റെ ഇങ്ങെല്ലാവർക്കും പെണ്ണുടെ റോഡ് കൊമ്പറണു, അവളെ നശിപ്പിക്കണു, ചാരിത്ര ഹരണാക്കണു, ഇതല്ലാത്ത ഒരു വിഷയവും അങ്കില്ല. ഇസ്ലാമിടെ അങ്ങോട്ട് എതിർക്കട. അപ്പൊ അനിക്കട്ടെ ആ ഭാഗം ചൊല്ലില്ല. ഞങ്ങൾക്ക് മുസ്ലിമീങ്ങളായ ആൾമാർക്ക് ഒരേ ഒരു തെരുവാണ്. എന്തിനു ചെന്നെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാട്ടി വലിയ ആൾമാർ ഞങ്ങൾക്ക് അറിയില്ല. ആ നബി എന്തിനു ചൊന്നരേണ്ട ആൾച്ചാല അവിടേക്ക് ഞാൻ സ്റ്റോപ്പ്, പിന്നെ അപ്പുറം പോവുകയില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൂടെ സൂറത്തുർ റഹ്മാൻ ഓതുമ്പോൾ അവിടെ ചെല്ല് മറജൽ ബഹ്റൈനി യൽതഖിയാൻ, രണ്ട് കടലുണ്ട് ചെല്ല്. ആ രണ്ട് കടൽ ഒന്ന് ഉപ്പിട തണ്ണിയാണ്, പിന്നൊന്നു ഏത് നല്ല തണ്ണി. രണ്ടിടയിൽ ഒരു ഹിജാബുണ്ട്, മറയുണ്ട്. ഖുർആൻ പഠിപ്പാട്ടിക്കുന്നത് അത് ഈ അടുത്ത കാലത്താണ് കണ്ടുപിടിച്ചത്. ഇത് 1400 വർഷത്തിന് മുന്നിൽ നമ്മൾ ഓതിക്കൊണ്ടുള്ള ഇൻഡും മറജൽ ബഹ്റൈനി യൽതഖിയാൻ ബൈനഹുമാ ബർസഖുൻ ലാ യബ്ഗിയാൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. സ്വഹാബത്ര മുന്നിൽ ഇത് ഓതിയപ്പാ യാ റബ്ബി, ആ സ്വഹാബിമാർ ആരും ഇത് ചെക്കാക്കുക പോയില്ല. ഞാൻ വിചാരിക്കലേ എന്തുകൊണ്ടു ഇന്ത്യന്ദ്ര ഭയങ്കര ടെസ്റ്റ് നടത്തണു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെങ്കും അവിടെ നിൽക്കുകയില്ല. ഈ അടുത്തൊരാളെ പ്രസംഗം ഞാൻ കേട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നൊരു ഈച്ച ഉണ്ടല്ലേ, ഈപ്പ. ആ ഈച്ച തന്നിക്ക് പോകുന്നെങ്കിൽ അതിനെ മുക്കിയിട്ട് പുറത്തെടുക്കാം. അതിൽ ഒരു ചിറകിൽ ശിഫ ഉണ്ട്, ഒരു ചിറകിൽ രോഗമുണ്ട് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെ സ്വഹീഹായ ഹദീസാറും അതിൽ എതിർക്കാൻ സാധ്യയില്ല. അപ്പോൾ ഒരാൾ വലിയ നേതാവ് ഒരു പക്കം പ്രസംഗിച്ചിട്ട് അത് അത്തരം വേഗം ഉൾക്കൊള്ളുക ഉള്ള അത് ലാബിൽ കൊണ്ടുപോയി ചെക്കാക്കണമെന്നാണ് അയാൾ ചൊന്നത്. 1400 വർഷം കഴിഞ്ഞപ്പോൾ ഊണിതിരെ ലാബിൽ കൊണ്ടുപോയി ചെക്കാക്കിയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അതേ സമയത്ത് സ്വഹാബത്തിലൊട്ടി ചൊന്തു രണ്ട് കടലുണ്ടു, ഒന്ന് ഉപ്പ് തണ്ണി ഒന്ന് നല്ല തണ്ണി, രണ്ട് ഇടയിൽ മരമുണ്ടു ചെന്നപ്പ ഒരു സ്വഹാബിമാരും ചെന്നില്ല. മുട്ടത്ത് ജിദ്ദ കടലുണ്ട് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, നാളൊന്ന് പോയിട്ട് ചെക്കാക്കിട്ട് വേണ്ടേ ഒക്കുണ്ടായെങ്കിൽ മാത്രം വിശ്വസിക്കലാണ്ട് ഒരു സ്വഹാബിയും ചെന്നില്ല. സമയനാ വാത്തായന നീ എന്ത് ചെന്നാറ് നബി അവിടെ നാനുള്ള അവനാണ് മോമിൻ. അവനല്ലാത്തവന് ഈ ഒരു ദായിരത്തെ ഉള്ള നിൽക്കുക ഒരു അധികാരവും ഇല്ല സഹോദരന്മാർ. അപ്പൊ അങ്ങനെ ഒന്നു അതേ ഖുർആനിൽ തെല്ലപ്പുറം പോകുമ്പോ വലഹുൽ ജവാരിൽ മുൻശആതു ഫിൽ ബഹരി കൽഅലാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഖുർആൻ ചൊല്ല് കടലുണ്ടല്ലേ, വലിയ വലിയ പർവ്വതങ്ങളെ പോലത്തെ കപ്പലുണ്ട് കൊണ്ട് ഖുർആൻ പഠിപ്പാട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെല്ലുമ്പോൾ ആ കപ്പൽ ഇന്താ ഇല്ല. ഈ അടുത്ത് 18-19 ശതമാനത്തിൽ വന്നതായിരിക്കും. പക്ഷെ ഒരു സ്വഹാബിയും ജിദ്ദ കടൽ ഓടിയില്ല. ഞാൻ നോക്കിപ്പിണ്ടെ കപ്പലുണ്ടാൻ ചെന്ന് ഓടിയില്ല. അങ്ങ് ചെന്നാറ് സമയനാവാത്താഴന നീ എന്ത്ര ചെന്നാറ് നബി അവിടെ അങ്ങ് നിൽക്കടാ ഓണുകാണ് ഒറിജിനൽ മൂമിൻ്റെ സഹോദരന്മാരെ. അപ്പൊ ഞാൻ ചെന്നത് ഇസ്ലാമിയുടെ പാഠങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ടത്തെ പഠിച്ചിട്ട് അവിടെ ഞാൻ നിൽക്കട. ഏത് ആണുവും ഏത് പെണ്ണുവും ഇത് ബാധക്കാണ്. അതിനപ്പുറം നീങ്ങളെനിക്കെത്തോ അധികാരം നിൽക്കില്ല. അങ്ങനെ ഒറ്റ ഉദാഹരണം ഞാൻ ചെല്ലേ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. എന്തേ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണിങ്ങൾക്ക് നിസ്കരിക്കുക ഏറ്റവും ഖൈർ അങ്ങനെ അവാണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പഠിപ്പാട്ടിക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുടെ ഏറ്റവും ഹബീബായ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നേതാവ് പഠിപ്പാട്ടിയ ദീനാണ്. അതിലപ്പുറത്തൊരു ദീനില്ല. ആ നേതാവ് ചെന്ന സ്വഹീഹായ ഹദീസാണ് പെണ്ണിങ്ങയോടെ നിസ്കരിക്കുന്നു അങ്ങ് ഹൈർ ചെയ്തെന്ന് കേട്ടെ അങ്ങനെ അവാണ് പഠിപ്പാട്ടി. അങ്ങനെ പഠിപ്പാട്ടിയപ്പോൾ കുറെ ആൾമാർ വന്നാർ. അങ്ങ് ചെന്നാർ. അങ്ങനെ ചൊന്നില്ലെങ്കും ചൊല്ലാണ്ട് ചെന്ന പോലെ അങ്ങ് പെണ്ണിങ്ങളെ പള്ളി വെച്ച് പോയാറ്. മൈക്കാലത്തെല്ലാം നോക്കണു വെള്ളിയാഴ്ച യാ റബ്ബി മുല്ലിം തറങ്ങണി പായിട്ട് പോയ പോലെ പെണ്ണിങ്ങളെ ഉപ്പതറാക്കടേം ചൊന്ന് ഇങ്ങനത്തെ ഒരു മുസീബത്ത് ലോകത്തുണ്ട്. ഈ പെണ്ണുടൊട്ടി ഒന്ന് സർവേ ആക്കിയിട്ട് കേൾക്കണം. ഒത്തു പോയിട്ട് എനിക്കിങ്ങനെ ഇഷ്ടമുണ്ടാ ഓൾ സുബൈരെ പിടിച്ച് സുബൈ 4 ഗಂಟೆಗೆ എഞ്ചെങ്കിൽ ജാവ് 12 ഗಂಟೆതോളം കാലത്ത് ചക്ര കെട്ടി പണിയാക്കിടെങ്കത്തെ പെണ്ണാണ്. ആ പെണ്ണിടെ ബെച്ചക്കൊണ്ടിട്ട് അവിടെ പിടിച്ചോണ്ട് എവിടേക്ക് പള്ളിക്ക് വാ, എനിക്ക് അവിടെ പ്രതിഫലം ഉണ്ടോ അങ്ങനെ ഉണ്ടോ ഓന്റെ ക്ലാസ്സാണ്. അതേ സമയത്ത് 1400 വർഷത്തിന് മുന്നുള്ള നേതാവ് ചെന്നു വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, പെണ്ണുകൾ ഖൈർ അവാണ്ട് പഠിപ്പാട്ടിരിക്കുമ്പോ ഓൻ ചൊല്ലുകൊണ്ടുള്ള എന്തേ അയാൾക്ക് എന്തോ അത്ര ദീൻ വന്നില്ല ബാവാ. പെണ്ണുകൾ ഖൈർ പള്ളിയിട്ടല്ലേ ഇതിനർത്ഥം. പെണ്ണുകൾ ഖൈർ പള്ളി അല്ലെങ്കിൽ എന്തെങ്കിലും പള്ളി വെച്ച പോണു.
പെണ്ണിനെന്തിക്ക് പള്ളി വെച്ച പോകണം. ഉപയൂത്തുഹുന്ന ഖൈറുല്ലഹു. ഈ ഹദീത്ത് മാത്രം കാതിൽ വെച്ചെങ്കിൽ ഇനി ലോകത്ത് ഏത് ഇബ്ലീസ് തന്റെ വസ്വാസാക്കു വന്നെങ്കും വമാ ആതാകുമുർ റസൂലു ഫഖുദൂലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ടായിട്ട് ഈ ഹദീത്ത് വഴീഫ് കൊണ്ട് ലോകത്ത് ഒരു ആൾക്കും സമർത്ഥിക്കോ സാധ്യത. സ്വഹീഹായ ഹദീത്ത്. ഉപയൂത്തുഹുന്ന ഖൈറുല്ലഹുന. ഇനി പള്ളിയിൽ വന്ന സംഭവം ഉണ്ടല്ല പാവ, അതുണ്ടല്ലേ, ഇത് എല്ലാം ഉണ്ട്, ഒന്നും നിഷേധിക്കില്ലേ. പക്ഷെ ഇതുണ്ടല്ലേ അവസാനം ചൊന്തല്ലേ ഉപയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന. ഉമ്മു ഹുമൈദിൻ സാഇദി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ വന്നിട്ട് സുബ്ഹാനല്ലാഹ് കേടുത്തല്ലേ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നി ഉഹിബ്ബുസ് സ്വലാത്ത മഅ, നിങ്ങളൊട്ടിಗೆ നിസ്കരിക്കുന്നൊക്കെ ഇഷ്ടമുണ്ട് നബിയെ ചെന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന പാട്ടല്ല, നിന്റെ ഔത്തര ഉൽഗത്ത നിസ്കരിക്കലാണ് നിനക്ക് ഖൈറ്. നന്റെ മദീനത്തെ പള്ളിയിൽ കിട്ടുന്ന പ്രതിഫലം നിക്കും കിട്ടുന്നുണ്ടല്ലേ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി. ഒരേ ഒരു ഉദാഹരണം, വബയൂത്തുഹുന്ന ഖൈറുല്ലഹുന്ന. പെണ്ണുക്ക് ഖൈറ് അവളെ അവാൻ ചെല്ലുമ്പോ അതിനെ വിട്ടിട്ടു ഒരു പെണ്ണ് പള്ളിക്ക് പോയാലുണ്ടായെങ്കിൽ ധിക്കരിച്ചുകൊണ്ടുള്ളത് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നേതാവ് തെരിയാലെ നക്ക് തെരിയൂ ഇന്ന് വലിയ ബുക്ക് വായിച്ചവണു അതെല്ലാം കറക്റ്റ് ഗൊന്തുണ്ടുള്ളത് ലോകത്തെ ഏറ്റവും വലിയ ധിക്കാറാണ്. ഇത് ഗൊന്തില്ലാണ്ട് കുറെ പെണ്ണിങ്ങ പെട്ടുപോയിടാറ്. കുറെ ആൾമാർ എത്ര ബുദ്ധിമുട്ട് എത്ര പ്രയാസം. ഏതെങ്കിലും ഒരു റായത്ത് ഒരു 500 പെണ്ണിങ്ങ ഉള്ളാറുണ്ടായെങ്കിൽ അങ്ങനൊട്ടി ഒന്ന് സർവേ ആക്കിയെങ്കിൽ 450 പെണ്ണിങ്ങ ചൊല്ലുവാറ് ദമ്മയെ ഞങ്ങൾ ഉത്തരേതെക്കട എന്തിക്ക് ഞങ്ങളുടെ ബച്ച കൊണ്ടാറുണ്ട് അങ്ങ് ചൊല്ലുവാറ്. ഇനി നിങ്ങും ഞങ്ങളെ ഉത്തര സ്വറാക്കിടാറ് ഓതിയാക്കിടാറുണ്ട്. ഓതിയാക്കോണ് കുറിച്ചൊത്തുണ്ടാകും ഓനെന്തെങ്കിലും സ്വറാക്കിടാൻ ചില നിങ്ങളുടെ വിഷയമല്ല എൻ്റെ വിഷയമല്ല. ചില ഭർത്താക്കന്മാർ ഔത്ത് ഭയങ്കര സ്വറാക്കിടാറ് സ്വറാക്കില്ലേ ഓലെ സ്വറാക്കണു എന്നിട്ട് ഇപ്പോൾ പർത്തും പറഞ്ഞു ചൊന്നെങ്കിൽ ഇതിലെത്ര വലിയ പ്രയാസം എന്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പ്രയാസാക്കിയില്ലല്ലേ ഉപദ്രാക്കി അതാ ചെന്നാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ചൊന്തു അവിടെ ഞാൻ നിന്റെ ഇനി എങ്ങനത്തെ ഹാജ വന്നിട്ട് നിന്റെ കാത് ഉറുതി ചെന്നെങ്കും ഞാനവിടെ ഇല്ലേ. നക്ക് ഈ നേതാവ് അത് പരിപാടി തന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ മുട്ട 2 ആൾമാർക്കുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് 2 ആൾമാർക്കുണ്ടാകും. ഒന്ന് ഒരു യഹൂദിയാണ്, യഹൂദി, പിന്നൊന്ന് മുനാഫിഖാണ്. ഇങ്ങനെ 2 ആളുടെ ഇടയിൽ ഒരു തർക്കമില്ല. അപ്പൊ യഹൂദി ആണെങ്കിലും അവനക്ക് വിശ്വാസമുണ്ട്, നീതി കിട്ടണമുണ്ടായെങ്കിൽ പോണായ നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സംഗതി അവൻ യഹൂദിയാണ്. ഇങ്ങനെ 2 ആളുടെ ഇടയിൽ തർക്കം വന്ന് പിന്നൊരുത്ത മുനാഫിഖാണ്. മുനാഫിഖിൻ ചെന്നെങ്കിൽ എതിരിൽ മാത്രം കൈമുത്തരെ ബാക്കിൽ പോയിട്ട് കാൽവലിക്കൽ അവനക്ക് മുനാഫിഖിൻ ചെല്ലും. അവനക്ക് ഒരു 1000 മുഖയിക്കും. കപട വിശ്വാസി മുനാഫിഖിൻ ചെന്ന് അവനാരൊട്ടി നിസ്കരിക്കും എല്ലാത്തും വേണ്ട സംഗതി മുനാഫിഖാണ്. ഭാരി ഡേഞ്ചറാണ്. അപ്പൊ ഈ മുനാഫിക്കും യഹൂദിയും തമ്മിൽ തർക്കമായപ്പ യഹൂദി ചൊന്തു ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടപ്പോ അവിടെ തീർമാനം നല്ലതിക്കൂ. അങ്ങനെ 2 ആൾ പോയിട്ടാകുമ്പോ അവിടെ ന്യായയുക്തമായ തീർമാനം ആരെ മുട്ട കൊണ്ടുണ്ട യഹൂദിനെ മുട്ടാണ്. അതുകൊണ്ട് യഹൂദി ഓൺ മുസ്ലിം അല്ലെങ്കിൽ ചൊന്നിട്ട് മുസ്ലിമും വിധിക്കുന്ന വിജയമില്ലേ. ഇവിടെ ലോകത്ത് ഏറ്റവും വലിയ നീതിന്യായത്തെ കോടതിയാണിത്. അങ്ങനത്തെ ഒരു ജഡ്ജാണ് ഇവിടെ ഉള്ളത്. ആ ജഡ്ജിന് മുന്നിൽ പോയി ചെന്നപ്പോ യഹൂദിക്ക് പറയായിട്ടാണ് തീർമാനം വന്നത്. അങ്ങനെ പുറത്ത് വന്നപ്പോ ഈ മുനാഫിക്ക് അത് സഹിച്ചില്ലേ. ഞാൻ വിചാരിച്ച പോലത്തെ തീർമാനം പറഞ്ഞിട്ട് അത് വന്നില്ലല്ലേ. അതുകൊണ്ട് അവൻ ചെന്ന ഞങ്ങ ഒന്നുകൂടി ഉമർ ഇബ്നുൽ ഖത്താബിനെ മുട്ട പോയി എന്തി ഇവിടെ ഏറ്റവും വലിയ സുപ്രീം കോടതി എന്തൊരു ചെല്ലട്ട ആ നേതാവിടെ ಬಗ್ಗೆ ചെല്ലവും പദയില്ല തന്നെ. അങ്ങനത്തെ ആളെ മുട്ട പോയപ്പോൾ തീർമാനം ശരിയായില്ലല്ലേ. അതുകൊണ്ട് പുറത്ത് പറയുമ്പോൾ ഇങ്ങനെ മുണ്ടിയ പണ്ടേ ഞങ്ങൾ ഒന്നുകൂടി ഉമർ ഇബ്നുൽ ഖത്താബിനെ മുട്ട പോയി അവിടെ ഭയങ്കര തീർമാനമല്ലേക്കും. അങ്ങനെ അങ്ങനെ പോയിട്ട് ഉമർ റളിയല്ലാഹു ഉൽഗത്തെ പുറത്ത് വന്ന് എന്റെ വന്നാറ് കേട്ട് 2 ആൾ. അപ്പൊ യഹൂദി വിശദീകരിച്ചിട്ട് ഞങ്ങളുടെ ഇടയിൽ ഒരു തർക്കയിട്ട് ഞങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ മുട്ട പോയപ്പോ നക്ക് പറയായിട്ടാണ് വിധിച്ചിട്ട് അത് ഇയാൾക്ക് തൃപ്തിയായിട്ടില്ല. ഇയാൾ മുസ്ലിമാണ് ഒക്കെ. എന്നിട്ട് നേരെ ഉൽഗ പോയിട്ട് ഒരു കത്തി എടുത്ത് വന്നിട്ട് ഈ മുനാഫിക്കുടെ തല അങ്ങ് കൊത്തിയിട്ട് ചൊന്ത് ഹാക്കദ അഖദി ബിമൻ ലം യർദ ബിഖദാഇല്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന തീർമാനം ആക്കിയതിരെ തൃപ്തിയില്ലാത്ത ഒരാൾക്ക് നന്റെ തീർമാനം ഇതാണ് ചൊന്ന് കൊത്തി. യാ റബ്ബി അങ്ങനെ കൊത്തിയപ്പോൾ ഈമാൻ നോക്കൂ. ഖുർആന്റെ ആയത്തിറങ്ങിയിട്ടല്ല. എന്തൊരു ആയത്തിറങ്ങിയ ഉമറാക്കിയത് സമല്ലാണ്ടല്ല. ഉമർ ഇബ്നുൽ ഖത്താബിനെ പോലെ ലോകത്ത് മഹത്വമുള്ള ഒരാളിക്കാലം ഞാൻ ഡെയിലി ഫാത്തിഹ ഓതുന്ന നേതാവാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു. എന്തേലും ചൊന്നെ ആ മഹാന്റെ ലൈഫ് നാം പഠിച്ചിട്ട് അത്രയും ആകർഷണീയമായ വിഷയമാണ്. അതിപ്പോ ചൊല്ലുപോയ വിഷയം എവിടെയെല്ലാം പോയി പോകും. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അങ്ങനെ കൊന്നപ്പോ ചെന്ന് സൂറത്തുൻ നിസായുടെ ആയത്തിറങ്ങിയിട്ട് ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും
ثم لا يجدوا في أنفسهم حرجا مما قضيت ويسلموا تسليما. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ആക്കിയത് സമാൻ ഫലാ വറബ്ബിക ലാ യുമിനു സത്യയിട്ടിട്ടാണ് ചൊന്നുകൊണ്ടുള്ള നീങ്ങ എന്ത്ര തീരുമാനാക്കിയാൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം നീങ്ങ എന്ത്ര വിധിച്ചാൽ അത് വിശ്വസിക്കുക സാധ്യമില്ലാത്തെങ്കിൽ ഒരാൾ മുഅ്മിനേ അല്ല, അവൻ മുഅ്മിനേ അല്ല. നിങ്ങൾ വിധിച്ചത് തൃപ്തി അവിടെ അങ്ങനത്തെ ആൾമാർ ഇതിലുള്ളില്ലെങ്കിൽ അല്ലാത്തവൻ പുറത്തു പോട്ട് നക്കതൊരു വിഷയമേ അല്ലാണ്ട് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ നിസായുടെ ആയത്തിന്നുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനം അതാണ് ചെന്ന് ലോകത്ത് ഏറ്റവും വലിയ ആള് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെന്നെങ്കിൽ പിന്നെ തീ തപ്പുറം പോകണില്ല. അതിക്ക് ഒറ്റ ഉദാഹരണമാണ് ഞാൻ ചെന്ന് പെണ്ണിങ്ങത് അങ്ങനെ അവാണ് ഹൈറുണ്ട് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിപാടി അങ്ങനെ പരിപാടിയിരിക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരിമാരെ പരിശുദ്ധമായ മക്കത്ത് ഹജ്ജ് കൊണ്ടെങ്കിൽ താഴ്മാറുള്ള ഉംറത്ത് കൊണ്ടെങ്കിൽ താഴ്മാറുള്ള ഈ അടുത്ത ഹജ്ജ് ക്ലാസ്സിൽ നാളെയും ഹജ്ജ് ക്ലാസ് ഉണ്ട്. കൂടെ ഹജ്ജ് ക്ലാസ്സിൽ പെണ്ണിങ് സുമാറാളിന്നാർ ആണിങ് സുമാറാളിന്നാർ അവിടെ ഞാൻ ചെന്ന് ഉപയൂത്തുഹുന്ന ഹൈറുള്ളഹുന്ന പെണ്ണിങ് ഹൈർ അവിടെ അങ്ങളെ അവാണ് അങ്ങളെ റൂമാണ്. അത് മദീനത്തെ പള്ളിയായെങ്കും മക്കത്തെ പള്ളിയായെങ്കും നിസ്കരിക്കണം ചൊന്നിട്ടു കെട്ട് മാറാപ്പൂ ബാഗറിൽ എടുത്തുകൊണ്ട് പള്ളിക്ക് ഓർഡറിക്ക് അകത്തിയില്ല. പള്ളിയുടെ ഉൾഗമേ ഇന്നാൾ അവൾ നിസ്കരിച്ചാൽ അത് വേറെ വിഷയം. അതേ സമയത്ത് വാങ്കാവുമ്പോൾ റൂമിലുള്ളെങ്കത്തെ പെണ്ണ് പള്ളിക്ക് ഓർഡറിക്കത്ത് അകത്തിയില്ല. ആറ് പരിപാടിയെ ഉപയൂത്തുഹുന്ന ഹൈറുള്ളഹുന്ന പെണ്ണ് ഹൈർ അവളുടെ റായത്താവാണ്ടല്ല അവളുടെ റൂം അതാണ് ഹൈർ എന്നിട്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ പരിപാടി. അപ്പൊ കുറെ പെണ്ണിങ്ങൾക്ക് ബേജാറ്, യാ റബ്ബി എന്തേ മക്കത്തെ പള്ളിയിൽ പോയിട്ട് ലക്ഷക്കണക്കിൽ പ്രതിഫലം മാണിങ്ങ നിസ്കരിക്കുക എടുക്കുമ്പോ ഹജ്ജിന് പോയെങ്കത്തെ മാപ്പിളെ പള്ളിയിൽ കൊണ്ട് പെണ്ണായി നാണയങ്ങൾ റൂമിൽ വെച്ച് ബേജാറാവില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു ബേജാറാവുന്നില്ല. കാരണം അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പലക്കത്തെ ഇത്തിബാ ഞാൻ അനുസരണ ആക്കിയത് കൊണ്ട് നക്ക് അതോ അല്ലെങ്കിൽ അതിനാട്ടി എക്സ്ട്രാ പ്രതിഫലം കിട്ടും ചാൻസ് ഉണ്ട്. നല്ലവനാരാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതൊരു ഉദാഹരണം ഞാൻ ചെന്ന് ഏതുപോലെ ചെന്നെങ്കിൽ ആണിങ്ങളൊട്ടിಗೆ പള്ളിക്ക് പോയി നിസ്കരിക്കോജൻ താങ്ക ആ പ്രതിഫലം കിട്ടു 1 ലക്ഷം കിട്ടു കോടിക്കണക്കിൽ പ്രതിഫലം കിട്ടും ചൊന്ന ഇമാമീങ്ങളുള്ള പെണ്ണുകില്ലേ അതേ നേതാവാണ് പെണ്ണൊട്ടിയെ ചൊന്ന് നീ ഔത്തുൽ നിസ്കരിച്ചിട്ട് ഈ ഇത്തിബാൾ അവളാക്കിയാലുണ്ടായി അതേ പ്രതിഫലം ഓൾവ് കിട്ടു. അങ്ങനെ അങ്ങനെ ഉണ്ടല്ലേ. ദുൽഹിജ്ജ 10 മിനത്തെ നേരെ എവിടേക്ക് വേണ്ടാറ് മക്കത്ത് തവാഫുൽ ഇഫാദ ആക്കോ വേണ്ടാറ്. അങ്ങനെ തവാഫുൽ ഇഫാദ ആക്കിയിട്ട് അണ്ടത്തെ ളുഹുർ നിസ്കാരം രണ്ടാമത് മിനത്തിൽ പോയി നിസ്കരിക്കലാണ് നല്ലത് എന്നുള്ളത്. ദുൽഹിജ്ജ 10 മിനത്തെ നേരെ മസ്ജിദുൽ ഹറാമിൽ വന്നിട്ട് ളുഹുർ നിസ്കാരം അവിടെ നിസ്കരിക്കണമെന്നില്ല. ഏറ്റവും നല്ലത് മിനത്തിൽ പോയി നിസ്കരിക്കണമെന്നുണ്ട്. അങ്ങനെ ചെന്നപ്പോ ക്വസ്റ്റ്യൻ, യാ റബ്ബി മക്കത്ത് വന്നിട്ട് മസ്ജിദുൽ ഹറാമിൽ ലക്ഷക്കണക്കിൽ പ്രതിഫലം കിട്ടുമ്പോൾ അവിടെ നിസ്കരിക്കണ്ടേ? അവിടെ നിസ്കരിക്കണ്ട, നീ മിനത്തിൽ പോയി നിസ്കരിക്കുക. എന്തേ ഇത് ചൊന്നത് ഇതാക്കിയത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതേ ഒരാൾക്കൊണ്ടും ചൊന്ന എനിക്കത്തെ ആളാണ് ഇതും ചൊന്നത്. അവിടെ ഞാൻ ഇത് അനുസരിച്ചപ്പോ നക്കതോ അതിരാട്ടി അപ്പുറത്തെ പ്രതിഫലം കിട്ടു. ഒരാള് നിസ്കാരത്തിൽ സൂറത്തുൻ കാമില അഫ്ളൽ പൂർണ്ണമായ സൂറത്ത് ഓതൽ ഏറ്റവും നല്ലതാണ്. ഒരാൾ നിസ്കരിക്കുമ്പോൾ പാതി ഓതലെതിരാട്ടി ഫാത്തിഹ ഓതിയാൽ പിന്നെ സൂറത്ത് ഓതലല്ലേ. സൂറത്ത് ഓതുമ്പോ ഒരാൾ അൽബക്കറത്ത് 286 ആയത്തുണ്ടല്ലേ, ഒരാൾ 200 ആയത്ത് ഓതിത്തിന് പേരിക്കാം. പിന്നൊരുത്ത പേരും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയിട്ട് അവൻ നിസ്കരിച്ച് അവിടെ പോയിട്ടേ. അപ്പൊ ഏറ്റവും നല്ലത് ഏതെന്ന് കേട്ടെങ്കിൽ ഏത് നല്ലത്? ഈ കാമിലായ സൂറത്ത് ഇപ്പുറത്ത് ഓതിയില്ല ഖുൽ ഹുവല്ലാഹു അഹദ്, അതാണ് നല്ലത്. അപ്പൊ ഒരു സംശയം, 200 ആയത്ത് ഓതിരുവോ 2 ജുസൂ തോല ഓതിര് അതൊരു അക്ഷരത്തര അതെന്തും നീ നോക്കണ്ട. സൂറത്തുൻ കാമില ഓതൽ ഏറ്റവും നല്ലതിൽ ചൊന്ന നേതാവ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് 200 ആയത്ത് ഓതിയതിരാട്ടി പ്രതിഫലം വെറും 4 ആയത്ത് ഓതിക്കത്ത ആള് കിട്ടു. എല്ലാവക്ക ഉള്ളത് ലാ യുമിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅതു ബിഹി. നാനേന്ദ്ര പരിപാടിയിലെ അവിടെ നിങ്ങൾ ഉള്ളാറ എങ്കിൽ മാത്രമേ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുടെ എന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞാൻ നേരത്തെ ഓർമ്മപ്പെടുത്തിയത് ഉമ്മമാർ, സഹോദരിമാർ, സഹോദരന്മാർ ആരാണെങ്കിലും അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നവിടെ നിൽക്കുക നമുക്ക് സാധ്യമാവണം. പ്രവാഹത്തെ ಒಟ್ಟಿಗೆ ಈಜರಂಕೆತ್ತ ಆಳ್ಮಾರನ ನಾವು ತೀರ പ്രവാഹಕ್ಕೆ വിരുദ്ധ ഈജാടുവ സാഹസ കാട്ടറവുന്നാണ് യഥാർത്ഥത്തിൽ മോമിൻ. പിന്നെ 5 നാൾ ചെന്നെങ്കിൽ വസ്വാസര കാലാണ്. എന്നെ നോക്കിയെങ്ങും വസ്വാസ് ഇഞ്ഞത്തെ വസ്വാസാക്കുകയോ ബ്രെയിൻ വാഷ് ആക്കുകയോ എത്ര ആൾമാരിക്கிறார். പരിശുദ്ധ ഖുർആൻ നിങ്ങൾ നോക്കറുള്ള 114 സൂറത്തും അവസാനത്തെ സൂറത്ത് എന്തൊരു ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ്
ഇലാഹിന്നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. ഞാൻ വിചാരിക്കലേ 114 ആയത്തിൽ വസ്വാസിനെ പറ്റി എന്താ ചൊന്നതായിട്ടിക്കുറപ്പേ ഞാനത് കണ്ടിട്ടില്ല. എന്തായിട്ടിക്കൂ അത് അവസാനം പണ്ട് കാലാൻ ചൊല്ലത് വസ്വാസ കാലാണ്. എന്തോ ഒരു പിടുത്തയില്ലേ, ഏതാണ് സത്യം ഏതാണ് അസത്യം എന്തേ നേർ ഒരു മാജിക്കയുടെ കാല പോലെ. അവിടെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞങ്ങൾക്കൊരു സരണിയുണ്ട്, 1400 വർഷത്തെ സരണി പരമ്പര. അതിൽ ഒരാൾ പിടിച്ചു നിൽക്കലാണ് എങ്കിൽ അവനക്ക് സ്വർഗത്ത് പോകും സാധ്യ. അതേസമയത്ത് ഈ വസ്വാസിൽ പെട്ടിട്ട് കാത്തു വന്ന പടക്കുറത്ത മാലിയാണ്ടായെങ്കിൽ അവർക്ക് ദീനവും ഇല്ല ദുനിയാവും ഇല്ലാത്ത അവസ്ഥ. 114 സൂറത്ത് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ്. വസ്വാസിനെ തൊട്ട് കാവൽ കേൾക്കുന്നു. ആരാണ് വസ്വാസാക്കടെ? അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ്. മനുഷ്യന്മാരെ മനസ്സിൽ വസ്വാസാക്കടെ. ആര്? മിനൽ ജിന്നതി വന്നാസ്. ജിന്നുകളുള്ള ശൈത്താന്മാർ. യാറെ വസ്വാസാക്കടെ? വന്നാസ്. ലാസ്റ്റ് നാസിൽ ചെന്നിട്ട് പോയി. ആര്? മനുഷ്യന്മാർ. അപ്പൊ ഈ ശൈത്താന്റെ ആട്ടി യാറെ വസ്വാസാക്കടെ? ആരെന്ന് കേട്ടെ? നാസാണ്. മനുഷ്യരെ തലക്ക് പുറത്തിട്ടിട്ടാണ് ഖുർആൻ പോയിടെ. 114 സൂറത്തിൽ വന്നാസ്. ഏറ്റവും കൂടുതൽ വസ്വാസാക്കുന്നത് മനുഷ്യരാണ്, മനുഷ്യരെയാണ് വസ്വാസാക്കടെ. അതിനെ തൊട്ട് ഞാൻ കാവൽ കേൾക്കടെ. കൂടുതൽ ഓതിയോണ്ടിക്കുണായ സൂറത്താണ്. വസ്വാസക്കാലാണ്, പ്രയാസപ്പെടുത്തലിന്റെ കാലാണ്. എന്തെല്ലാം വസ്വാസുകളാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതൊന്നും ചൊല്ലവൂ വിശദീകരിക്കുമെന്ന് അറിയില്ല. 8:30 ഗಂಟೆ ആയിപ്പോയിട്ട് 10 ಗಂಟೆ 1 ಗಂಟೆ മതിപ്പാട്ട് കൊണ്ടിരുന്നതാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്തെല്ലാം ബിസിയാണ്. ഒരാള് ഈ അടുത്ത് ചെന്ന് ഒരു കിടാവ് മദ്രസ വിട്ട് വന്നിട്ടാകുമ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹായുടെ ಬಗ್ಗೆ ചൊന്നു കൊടുത്തു. കിടാവിനൊട്ടിಗೆ റളിയല്ലാഹു അൻഹ അനുജന്തില്ലേ. ഞങ്ങൾ മങ്കൂസ് മൗലിദിൽ ഒറുവിയ അന്ന ആമിനത്താൻ ചെല്ലുമ്പോ ഞങ്ങളുടെ വായിൽ ഓട്ടോമാറ്റിക് റളിയല്ലാഹു അൻഹ ആണ്ട് വന്നു. അങ്ങനെ ചൊന്നു കൊടുത്തിട്ടാകുമ്പോ ആ കിടാവ് എന്തൊരു ചൊന്നുണ്ടാകും. അല്ല, ഞങ്ങളുടെ ഉസ്താദ് പഠിപ്പാട്ടി തന്നരേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പ ഉമ്മ നരകത്തിലുണ്ടല്ലേ എന്നിട്ട് ആ കിടാവുടെ മനസ്സിൽ ഇട്ട് കൊടുത്ത് എനിക്കൊരു ചിന്തയാണ്. അത് കേട്ടപ്പോ ഭയങ്കര ബേജാറായി പോയിട്ട് തെളിവുണ്ടുള്ള അതീതുണ്ടുള്ള അതുണ്ടുള്ള ഇതുണ്ടുള്ള എല്ലാം ഉണ്ട്. ഓക്കെ, കൂടെ ഒറുവിയ അന്ന ആമിനത്താൻ ചെല്ലുമ്പോ ഞങ്ങൾ റളിയല്ലാഹു അൻഹ ചെല്ല അബ്ദുല്ലാൻ ചെല്ലുമ്പോ റളിയല്ലാഹു അൻഹു ചൊന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് ഉറക്കം വേണ്ടില്ലേ. അതേസമയത്ത് ഈ ചെറിയ കിടാവുടെ മനസ്സിൽ ഇട്ട് കൊടുക്കുന്നത് അങ്ങ് രണ്ടാളും നരകത്തിലാണ്. ഞാൻ ആലോചനാക്കിയ റബ്ബി, എന്തൊരു ഭീകരമായ വാദാണ് പഠിപ്പാട്ടി കൊടുത്തോണ്ടുള്ളേ. ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി ഇത്ര തെളിവെല്ലാം ഞാൻ സൈഡിലേക്ക് ഇട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ളേ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഏറ്റവും ശർവാകപ്പെട്ട ശരീരം, ഈ തടി അണ്ടി നിന്നെങ്കത്തെ മദീനത്തെ മണ്ണും, ആ മണ്ണാണ് ലോകത്തെ ഏറ്റവും പവർ. ഹത്താ മിനൽ കഅബ, കഅബത്താറ്റി പോരേദിക്കുന്നുണ്ടെങ്കിൽ ഈ തടി അണ്ടി നിന്നെങ്കത്തെ മണ്ണ് കാണില്ല. തീബ യഅദിലു തുർബൻ വമ്മ അഅദുമഹു തുബാലി മുൻതശിഖിൻ മിൻഹു വമുൽതസിമി ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു വൃദത്തുൽ ജൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തടി അണ്ടി നിന്നെങ്കത്തെ മണ്ണ് കത്ര പവറുണ്ടായെങ്കിൽ ഒലിമ്പോ നിങ്ങൾ ഈ നേതാവുടെ സ്വന്തം പള്ളയിൽ പുറത്തേക്കെത്ത ഉമ്മക്ക് പോരില്ല ചൊന്നെങ്കിൽ ഇതെങ്ങനെയാണ് റബ്ബേ ഞാൻ വിശ്വസിക്കുന്നത്? എന്നെ കൊണ്ട് സാധ്യമില്ലത് വിശ്വസിക്കൂ. ഈ കിടാവുടെ മനസ്സിലിട്ട് കൊടുത്തത് നരകത്തിലുണ്ടാണ്. ഈ മണ്ണ് ഇത്ര പൗരുണ്ടായെങ്കിൽ എന്റെ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹാ അയിമകെന്തു വലിയ സൗഭാഗ്യാണ്. ഒലിമ്പോ നിങ്ങൾ ഈ കിടാവുടെ സ്വന്തം പള്ളിയിൽ പൊറുക്കൂ. സൗഭാഗ്യം കിട്ടിത്തല്ലേ. ആ പള്ള എങ്ങനെയാണ് നരകത്ത് പോകണ്ടേ? ഹദീസുണ്ടൂല, തെളിവുണ്ടൂല, നക്കെന്തും തലക്ക് പോണ്ടില്ല. എന്ത് ഹദീസ് റബ്ബേ? ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ലോകത്ത് 500-ലേറെ കിതാബല്ല 900 കിതാബ് എഴുതിയിരുന്ന ആ നേതാവ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപ്പവും സ്വർഗത്തിലും ചൊന്ന് സമർത്ഥിക്കൂ. എത്രയാണ് കിതാബ് എഴുതിയത്? മസാലിക്കുൽ ഹുനഫാ ഫീ വാലിദൈൽ മുസ്തഫ, അങ്ങനെ കുറെ എഴുതി. ആ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഒന്നില്ലാത്തതിന്റെ ഏതോ മദ്രസ പഠിപ്പാട്ടെങ്കിൽ ഒരു ഹദീസും ഒന്നില്ലാത്ത ആള് ഒത്തൈത്തും ചൊന്നെങ്കിൽ ഇതെങ്ങനെ ഞാൻ ഉൾക്കൊള്ളും? ഹദീസ് അവിടെ ഇക്കട്ട് സൈഡിൽ, ബാക്കിയുള്ളതെല്ലാം ഇക്കട്ട്. എങ്ങനെ മഹബത്തുള്ളെങ്കറ്റ ഒരാൾക്ക് ഈ ഒരു സത്യം, ഈ ഒരു വിഷയം എങ്ങനെ അംഗീകരിക്കൂ? അതാണ് വസ്വാസക്കാൾ. അപ്പൊ പറഞ്ഞായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പൊ നരകത്തിലുള്ള ഇത്ര സുലാ കൊണ്ട് ചൊല്ലൂ. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്പർശം കിട്ടിയ ഒന്നും പരാജയപ്പെടലാണ്ടാണ് എന്റെ വിശ്വാസം. ആമിന ബീവി നരകത്ത് കൊണ്ടുണ്ടായ ആ നരകത്തിൽ ആമിന ബീവിയുടെ ബാക്കിൽ നാണിക്ക് ഉറപ്പാണ്. ആമിന ബീവി നരകത്ത് കൊണ്ടുണ്ടായ നരകത്ത് ഞാൻ വിചാരിക്കട്ടെ. ആമിന ബീവി നരകത്ത് കൊണ്ടുണ്ടായെങ്കിൽ അയിമ പോണ്ട നരകം സ്വർഗാവുള്ളൂ. അതൊക്കെ പിന്നെ കത്തവ് സാധിക്കാല. എന്റെ ആ ഉമ്മയുടെ ഭയത്തിൽ പറഞ്ഞെങ്കത്തെ ഒരു നേതാവാണ് ലോകത്തെ ഏറ്റവും വലിയ മഹത്വം. ആ നേതാവുടെ തൃപ്തിയാണ് അള്ളാഹുടെ തൃപ്തി, സ്വർഗവും നരകവും. ഇതെന്തും ഗൊന്തില്ലാത്തെങ്കത്തെ ചില ഉമ്മമാർ, ചില സഹോദരിമാർ, ചില സഹോദരന്മാർ അങ്ങനെന്തും പഠിക്കില്ലേ. അങ്ങ് ആരോ ഒന്ന് ചൊന്നിട്ടാകുമ്പോ അങ്ങ് പെട്ടുപോയിട്ട് എന്ത് സുലഭാണ് ചൊല്ലുക. യാ റബ്ബി, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അപ്പ ഉമ്മ നരകത്തിലിട്ടാണ് ഈ ചൊന്ന ആൾമാരെ മദ്രസകൾ വഴിപാട്ടേ. ഇതെത്ര വലിയ ഭീകരവാദമാണ്. അങ്ങ് എന്ത് സോഷ്യൽ വർക്ക് ആക്കിയെങ്കിലും എന്താക്കിയെങ്കിലും
ലോകത്ത് ഇതിരട്ടി വലിയ മുസീബത്ത് വേറെ ഇല്ല. അതാണ് ഞാൻ ചൊല്ലുന്നത്, വസ്വാസര കാലാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ മദീനത്തിൽ ഹിജ്റ പോയ വിഷയം നമുക്കൊന്നും. ഹിജ്റ പോകുമ്പോ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ ചൊല്ലങ്കത്തെ ഒരു ഉമ്മയുടെ ഡേരയുടെ മുട്ട പോണ്ടു, ഹൈമയുടെ മുട്ട പോയി നോക്കുമ്പോ അവിടെ ഒരു ആട്, അത് എനിക്ക് തീരില്ല, അങ്ങനത്തെ ഒരു ആടുണ്ട്. എനിക്ക് തണ്ണി വേണു, പാലുണ്ടാണ്ട് കേൾക്കുമ്പോ ഉമ്മ മഅബദ് ചൊല്ലങ്കത്തെ പ്രിയപ്പെട്ട ഉമ്മ ചെന്ന് അയിമകി വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാണ്ട് ഒന്നില്ല. അയിമ ചെന്ന് പാലെന്തു ഇല്ല. ഇതാ ഒരാട് കണ്ടല്ലേ, മൂലയിൽ ഒരു ആടുണ്ട്, ಅದಕ್ಕೆ എനിക്കോ ಗುರುತಿರಲಿಲ್ಲ. ಈಮಡ ಮಾಪುಲ ಎಲ್ಲ ಆಡ್ರೆ ಬಿಚ್ಚ ಹೋಯ್ತು ಮೇಯ್ಕೋ, ಇದ್ರೆ ಬಿಚ್ಚ ಹೋಯ್ತು ಅಂತ ಇದಕ್ಕೆ ಹೋಗು ಸಂಗತಿ ಇರಲಿಲ್ಲ. ಹಂಗಂತ എനിക്കോ തീരാത്ത ആട. അപ്പൊ ഞാൻ കറക്കട്ടാണ് കേൾത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹാടട്ടി മുസ്ലിം എന്തല്ലപ്പ കറക്കട്ടാണ് കേൾത്തത്. കറക്കട്ടാണ് കേൾത്തപ്പ പാലിനും കറക്കോറും ടൈം ചെന്ന് സംഗതി അത് അങ്ങനെ പാൽ ഒരിക്കലും ബിൽക്കുൽ ഇക്കാത്ത ആടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കറന്നിട്ടാകുമ്പോ സമൃദ്ധമായ പാലുണ്ടായിത്തല്ലേ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുത്തു. അങ്ങ് എല്ലാവരും കുടിച്ചാറ്. എന്നിട്ട് വീണ്ടും കറന്നിട്ട് ഒരു പാത്രയിൽ വെച്ചിട്ട് അങ്ങ് പോയാൽ പിന്നെ ഭർത്താവ് പണ്ട് അബൂ മഅബദ് അയാൾ വന്നിട്ടാ എന്തോ ഒരു സമൃദ്ധിയാണ്. ഒരു നേതാവ് കടന്നുപോയി കെട്ട ജാഗയിൽ സമൃദ്ധിയാണ്. ആ നേതാവ് കിടന്ന പള്ളിക്ക് സമൃദ്ധി ഇല്ലാവല്ലോ, അത് നരകത്ത് പോകാം. നഅൂദുബില്ലാ ചെന്നുപോയിട്ടുണ്ടാവാ. അങ്ങനെ ചെന്നെങ്കിൽ ചൊല്ലോ സുലാഭാണ്. അറിയിക്കാലോ അവിടെ സ്വർഗത്ത് പോകുമ്പോൾ നരകത്ത് പോകുമ്പോൾ അറിയിക്കാലോ. എത്ര വലിയ പ്രയാസമാണ്. യാ റബ്ബി, ഈ പ്രിയപ്പെട്ട ഉമ്മ ഈ കിടാവ് വേനായിട്ട് എത്രയാണ് കഷ്ടപ്പെട്ടത്. ഈ ഉമ്മയാണ് ഈ കിടാവ് 6 വർഷം ഇരിക്കുമ്പോ മക്കത്തെ മദീനത്ത് ഉമ്മ വിളിച്ചു പോകണ്ടു. കാക്കമാര മുട്ട ബനുന്നച്ചാര മുട്ട വിളിച്ചു പോകണ്ടു. അങ്ങനെ വിളിച്ചു പോയിട്ട് തിരിച്ചു വരുമ്പോ അപവാദത്തിലുള്ള ജാഗയിൽ ഈ ഉമ്മക്ക് രോഗം കൊണ്ട് ചെറിയ പ്രായമാണ്, മരണ രോഗമാണ്. 6 വർഷത്തെ കിടാവാണ്. യാ റബ്ബി, കൂടെ ഉമ്മ മാത്രമാണ് ഉള്ളേ. ആ രംഗം ഞാൻ ഖസീദത്തുൽ ബുർദ എഴുതുമ്പോ അബാന മൗലിദുഹു അൻതീബി അൻസരി ഞങ്ങൾക്ക് മുൻപെന്നും പണ്ടില്ല, ഞങ്ങളെ കൽബല ഗട്ടിയായി പോയിട്ട്. പക്ഷെ ആ ഗെര എഴുതുമ്പോ നമുക്ക് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് എഴുതുകയായിട്ടില്ല. എന്തേലും തോന്നിയെങ്കിൽ കണ്ണാകെ ചിമ്മയായി പോയിട്ട് എന്തേ ആമിന ബീബി റളിയല്ലാഹു അൻഹ ഈ പ്രിയപ്പെട്ട കിടാവിടെ വിളിച്ചുകൊണ്ട് അപവാഗെത്തുമ്പോ അവിടെ ചൊന്നെങ്കത്തെ പലക്കൊണ്ടു. അപവാഗെത്തുമ്പോ രോഗം കണ്ട് അയിമ ചൊല്ലി ഞാൻ സ്വപ്നത്തിൽ കണ്ടത് നേരിട്ടായി എന്റെ കുഞ്ഞുമോനെ, നീ ലോകത്ത് മൊത്തം മയക്കപ്പെട്ട നബിയാണ് കണ്ട് ചെന്നിട്ട് വഫാത്തായി കെട്ട ഉമ്മയാണ് പ്രിയപ്പെട്ട ആമിന ബീബി റളിയല്ലാഹു അൻഹ. ഉമ്മയും വഫാത്തായി പോയി. ഈ കിടാവ് പിന്നെ ആരുമില്ല. ഈ കിടാവിടെ വിളിച്ചുകൊണ്ട് ഉമ്മ ചൊല്ലിക്കെത്ത ദാസിയാണ്. 100 കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ചു. ഇതൊന്ന് ഊഹാക്കി നോക്കറൂട, ഒരാൾ ഉൾക്കൊള്ളുപോലും സാധ്യമില്ലാത്ത എനിക്കത്തെ വിഷയമാണ്. ഇക്കട്ട് ആ ഉമ്മ ആമിന റളിയല്ലാഹു അൻഹ ബർക്കത്തില്ലാണ്ട് ചൊല്ലേ. ഞാനിവിടെ ചെന്നത് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ അയിമ പാൽ കറക്കോച്ചെന്ന് അബൂ മഅബദ് വന്ന് കേടത്തൂടെ ഇല്ല. എന്തിനാ ഒരു ബദലാവണ ആയിരല്ലേ, നേരത്തെ പോലെ ഇല്ലല്ലേ. ആടാണെങ്കിലോ സമൃദ്ധമായ പാൽ കണ്ടുകൊണ്ടുണ്ടോ, ആട് ഭയങ്കര ഉഷാറായില്ലേ. അപ്പോ ഈ ഉമ്മു മഅബദ് ഇന്ദ്ര ചൊല്ലുവന്നുണ്ട് അയിമ ചെന്ന് യാ റബ്ബി നക്ക് 6 ബന്ധനം കൊന്നില്ല. അവിടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ ഉമ്മ ഒരു വർണ്ണന നടത്തത് കിതാബിലുണ്ടത് ചെല്ലും നേരെയില്ല. അയിമ ചൊന്നെങ്കത്തെ പദങ്ങൾ ലോകത്ത് പിന്നെ വിശദീകരിച്ചെങ്കത്തെ ഒരു സ്വഹാബിക പോലും ഇതുപോലെ വിശദീകരിക്കുവായിട്ടില്ല. ഇത് 6 12 പോലും കൊന്നില്ല, നബീന്റെ കൊന്നില്ല. അയിമ ചൊന്തു റഅയ്തു റജുലൻ ളാഹിറൽ വദ. ഇത്ര വലിയ മൗലിദ് ഓതുന്നത് ഏത് മൻഖൂസ് മൗലിദിന്റെ ലാസ്റ്റ് ഉണ്ടല്ലേ ഹുൽവുൽ മൻജതി പിന്നെ മാ അത്യബ റൈഹതഹു. അതേ മൗലിദാണ് ഈ ഉമ്മു മഅബദ് ഉമ്മ ഓതുന്നത്. അയിമ ചൊല്ലു ഭയങ്കര പ്രകാശമുള്ളെങ്കത്തെ ഒരാൾ വന്ന് അയാളെ പിരിയവും അയാളെ മൂക്കും അയാളെ കണ്ണും എല്ലാം ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ഈ ഉമ്മ വിശദീകരിക്കരുത്. അങ്ങനെ ഇങ്ങനെ ഇയാൾ ചൊല്ലു അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിട്ട് പോയിട്ട് വിശ്വസിക്കട. അതല്ല ഈ ആടുടെ വിഷയം ഞാൻ ചൊന്നേ. ഈ നേതാവ് തൊട്ട ആടുണ്ടല്ലേ എനിക്കോ തീരാത്ത ആട് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാലത്തോളം കറന്നുകൊണ്ടിരുന്നാറുണ്ട്. എത്ര കാലം, എത്ര വർഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ഹിജ്റ പോയിട്ട് 10 വർഷം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷം, ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് 10 വർഷമുണ്ട്. അതിൽ 10-20 വർഷത്തോളം ഈ ആട് പാൽ കറക്കടാറ് മുഅ്ജിസത്തുൽ അധ്യായത്തിലുണ്ട്. എന്ത് ഈ നേതാവുടെ കൈ സ്പർശിച്ച് ചില സ്വഹാബിമാരെ തലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈവച്ചിട്ട് സ്വഹാബത്തുൻ ദഅലഹുർ റസൂൽ ചൊല്ല കിതാബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരന്ന സ്വഹാബത്ത് കൈവച്ചിട്ടാകുമ്പോ ഇങ്ങൾക്ക് 100 വർഷം ആയെങ്കും ഇങ്ങളെ തലയുടെ താടിലെ മുടി പൽത്തിട്ടിന്നെങ്കും ഈ ജാഗയുടെ മുടി പൽക്കില്ല. എന്തേന്ന് കേട്ടാറ് അത് ബിബറകത്തി മസ്സി റസൂലില്ലാഹി സ്വല്ലല്ലാഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തൊട്ടു. അതുകൊണ്ട് എന്താവില്ല എന്നെങ്കിൽ
എൻ്റെ മുടി വൽക്കല്ല ചെന്നാൽ. അപ്പൊ ഇങ്ങനെ ആ സ്പർശത്തിലെല്ലാം ബർക്കത്തുണ്ടായെങ്കിൽ ഈ ഉമ്മ ബാബ എങ്ങനെ ബാബ നരകത്തു ഇങ്ങനത്തെ നൂറുകണക്കിൽ വിഷയമുണ്ട്. അപ്പൊ കേൾക്കുമ്പോ എല്ലാം പെട്ടുപോണത് വളരെ സുലഭമാണ്. പക്ഷെ അതിൽ ആഴത്തിൽ ഇറങ്ങി ചിന്തിക്കുമ്പോ മഹബത്തിനുള്ളൊരു ഭാഷ ഉണ്ട്, സ്നേഹാണ്ടാണ് അതൊക്കെ ചൊല്ല്. ആ സ്നേഹത്തെ ഭാഷ ഹൃദയത്തിലുള്ള ആൾമാർക്ക് ഒരിക്കലും ഇത് അംഗീകരിക്കാൻ സാധ്യയില്ല. ഹദീദുള്ള യാ റബ്ബി അടുത്ത റമദാനിൽ കണ്ടിട്ട് ഇതെന്നാറ് തറാവി 8 നിസ്കരിക്കുന്നുള്ള ഓക്കെ എന്റെ ഹദീദുണ്ട് ഓക്കെ ഹദീദുണ്ട് നാനും കണ്ടേ നാൻ കാട്ടെ നിനക്ക് ഹദീദുണ്ടു തറാവി 8 ചൊല്ലൊക്കെ ഹദീദുണ്ട് നാൻ കാട്ടെ ഹദീദുണ്ട് ഒക്കെ ഹദീദുണ്ട്. അപ്പൊ ഞാൻ 8 നിസ്കരിക്കണമാ അയിത്തപ്പ 8 നിസ്കരിക്കണുണ്ടായെങ്കിൽ ഒരു കാര്യം നിന്റെ ഒട്ടിಗೆ ചൊല്ലുകൊണ്ട് എന്തൊരു ഒന്നുണ്ടാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനത്തിൽ 20 റക്അത്ത് തറാവിയെ സംഘടിപ്പിച്ചിട്ട് 2 സ്വഹാബിമാർ ഇന്നാറ് ഒരു സ്വഹാബിയും തർക്കയില്ല. 2 മുതൽ 2 വരെ അങ്ങനെയാണ്, 4 മദ്ഹബിലും അങ്ങനെയാണ്, എല്ലാം ഇങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോ 8 ചൊല്ല ഹദീസ് ഉമർ റളിയല്ലാഹു അൻഹു കണ്ടിട്ടുള്ള അതെന്ത് ചൊന്നിട്ട് കാര്യമില്ല 8 ഉണ്ടോ ചൊല്ല് ആ 8 ഉമർ റളിയല്ലാഹു അൻഹു കാണാത്തൊരു 8 എന്തിനായിട്ടിക്കൊക്കെ. അപ്പൊ ഞാൻ ഒട്ടിയെ തന്നെ വേറെ നിന്റെ ഒട്ടിയെ വാദത്തിൽ നാണില്ല. ഇനിയോ നിസ്കരിച്ചതിന്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒട്ടിയെ നരകത്തിൽ കൊണ്ടേണ്ടായെങ്കിൽ ഒന്നാമത് നരകത്തിൽ നിൽക്കുന്നതാണ് ഉറപ്പാണ്. ഈ ഈമാനും വിശ്വാസവും ഇല്ലാത്തവൻ എങ്ങനെയാണ് മോമിനവിടെ ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടെങ്കിൽ നരകത്ത് സ്വർഗാണ് ചൊല്ലവും വലിയ സുലഭ 8 ഹദീസുണ്ട് അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ട്. അപ്പൊ ഈ 8 ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ടില്ലേ അതെന്ത് കേൾക്കണ്ടാട്ടവൻ ചൊല്ലേ അല്ലല്ല ബാവ നിന്റെ റായത്തെ പള്ളിയിൽ 800 വർഷത്തല്ലേ എത്ര ആൾമാർ മരിച്ചു പോയതാണ്. അപ്പെന്തും ഈ വാദയില്ലെന്തല്ലേ 20 റക്അത്ത് നിസ്കരിച്ചു പോയെന്നല്ല നിന്റെ അപ്പാപ്പടപ്പടപ്പടപ്പട എല്ലാവരും നരകത്തിലേമാ എല്ലാ നരകത്തിൽ രണ്ടൊട്ടി അതൊന്നും നിങ്ങൾ ചെല്ലണ്ട. നക്ക് ഹദീസുണ്ട് നക്ക് ഖുർആനുണ്ട്. പടച്ച റബ്ബേ നിങ്ങളൊട്ടി എന്താണ് വാദാക്കളെ ഞാൻ ചൊല്ലെ 6 ആരൊട്ടിയും വാദാക്കുക പോകണ്ട. അലൈക നഫ്സക് നിന്റെ ഈമാൻ നീ ശക്തിപ്പെടുത്തണോ രക്ഷപ്പെടുത്തണോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ ചിലപ്പോ തപ്പാക്കിയെങ്കിൽ അള്ളാഹു മാഫ് കൊടുക്കും, അതവ് കേടാക്കിയെങ്കിൽ അള്ളാഹു മാഫ് കൊടുക്കാതെ ഞാൻ 8 നിസ്കരിക്കണേന്ന് ചൊന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തേ ഉമർ റളിയല്ലാഹു അൻഹു തിരിയാത്തൊരു ദീൻ നക്ക് തെരഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം ഞാൻ പള്ളിക്ക് പോണ്ടമേന്ന് ചൊന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്തേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൊന്തില്ലാത്ത എനിക്കൊരു ദീൻ നക്കൊന്നുണ്ട്. അത് അതവ് കേടുണ്ടാ ചൊല്ലെ അതവ് കേട് പഠിച്ചുകൊണ്ട് ഒരിക്കലും പൊറുക്കാത്തതാണ്. അപ്പൊ അന്ത്യനാൾ ചൊല്ലത് വസ്വാസര കാലാണ്, പ്രയാസപ്പെടുത്തുന്ന കാലാണ്. ഇങ്ങനെല്ലാവരും ചൊല്ലെ ഞങ്ങൾക്ക് ആയത്തുണ്ടു ഹദീസുണ്ടു അതുണ്ടു ഇതുണ്ടു പഠിച്ചറപ്പേ എന്തിനാണ്ട് അന്തജായം ഉണ്ടില്ലേ. മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്സിസു ഫീ സുദൂരിന്നാസ് മിനൽ ജിന്നത്തി വന്നാസ്. ഈ വിഷയങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ ഇനി ലോകത്ത് നല്ല 6 ദാരിദ്ര്യപ്പാട്ട് വന്നെങ്കും ആ വഴിയിൽ ഒരിക്കലും ഞാൻ കൊന്നു പോവാൻ പെട്ടുപോകണു സാധ്യതമേ ഇല്ല. എന്റെ ഈ അടുത്ത ഒരാൾക്ക് എന്ത് ഷാഫി ഇമാമും അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു എല്ലാം ഹദീസ് കിട്ടുക ചാൻസ് ഇല്ല എന്നാണ് ചെല്ല്. എന്തേ അങ്ങനെ കാലം ഒരു വലിയ ആൾ പ്രസംഗിക്കണേ എന്തേലും കേട്ടപ്പ അങ്ങനെ കാലത്ത് ഇതില്ല എന്തല്ലേ ഗൂഗിളെല്ലാം ഇല്ല എന്തല്ലേ ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് കുടുങ്ങിയ വേണം. ഷാഫി ഇമാമു എന്തേ ഷാഫി ഇമാമിന്റെ കാലത്ത് ഇന്റർനെറ്റ് ഇല്ലാത്തതുകൊണ്ട് അയാൾക്ക് ഹദീസ് എന്ന് കൊന്നില്ല നക്കോതാ ഗൂഗിൾ ഞെക്കടെ ഹദീസ് വേണം ഏത് ഹദീസ് വേണം റെഡിയുടെ എന്തോ ഇത് കേട്ടാ ബുക്കിന്റെ പേരിക്കോ ഓക്ക് പോവാ ഷാഫി ഇമാം ചെന്നറല്ലേ ഞാൻ ചൊന്നതിക്കെതിരെ ഹദീസ് ಬಂದೆಂಗ നീ അതിനെ പിടിക്കോളൂ കുറേ ഹദീസ് എല്ലാം കൊമ്പണ്ട ഞാൻ കേൾക്കട്ട. ഷാഫി ഇമാമു 10 ലക്ഷം ഹദീസ് ಹೊಂದಿನಿ. അഹമ്മദ് ബിൻ ഹംബൽ 10 ലക്ഷം ഹദീസ് ಹೊಂದಿನಿ. ഇതെല്ലാവരും സമ്മതിക്കുന്ന വിഷയമാണ്. സുഹൈൽ ഇമാം തദ്രീബുർ റാവിയിൽ എഴുതിയെത്ത വിഷയമാണ്. ഇത്ര ലക്ഷം ഹദീസ് ಹೊಂದುಂಡು. ഇന്ന് ലോകത്ത് എത്ര ഹദീസ് ഉണ്ടോ? ഇന്ന് ലോകത്ത് 1 ലക്ഷത്താട്ടി കീഴ് ഹദീസ് മാത്രമാണുള്ളത്. അതിലും സ്വഹീഹായ ഹദീസ് ഈ ചൊല്ല ആൾമാരെ കയ്യിൽ കൊടുത്തവർ 10,000 ഹദീസിക്കൂ. ഇങ്ങനത്തെ നാണാണ് ചൊല്ലെ ഷാഫി ഇമാമുക്ക് ഹദീസ് കിട്ടിയിട്ടില്ല. അയാളുടെ കാലത്ത് ഗൂഗിളില്ല. അയാളുടെ കാലത്ത് ഗൂഗിൾ ഇല്ലാത്തത് കൊണ്ട് അയാൾ ഹദീസ് കിട്ടി ഇതൊക്കെ വിട്ടിത്താണ് ചൊല്ലെ ഒക്കും ചെന്നിട്ടുണ്ടാറൊക്കോ ഹദീസുണ്ട് ഗൂഗിളിലുണ്ട് അതുകൊണ്ട് ഇവ പെണ്ണിങ്ങും പുറത്തായില്ല ഗൂഗിൾ ഞെക്കടവുള്ള ഹദീസ് എടുക്കുന്ന കടത്തരമേ പോസ്താക്കടേ എന്ത് വിവരമുണ്ടോ എന്തെങ്കിലും കൊണ്ടുണ്ടാ ജഹാലത്തുണ്ട് അറിവുകൾ. ഷാഫി ഇമാമുടെ തിക്കവും മാറും പോയിരുന്നാ യാ റബ്ബി ഡിഗ്രി പഠിക്കണമെങ്കിൽ ഒരു വിദ്യാർത്ഥി ആൻസർ ഷീറ്റ് തിദ്രാറ് കൊണ്ടുണ്ട LKG പോകണമെങ്കിൽ ഒരു കിടാവുള്ളൂ. ഇതൊക്കെയാണ് വിവരക്കേടുണ്ട്. ബുദ്ധിയില്ല ഭാഷയില്ല. ഷാഫി ഇമാമുടെ തിക്കവും പോയിരുന്നാ എന്തേ നക്ക് ഖുർആനുണ്ടോ നക്ക് ഹദീസുണ്ടോ ഞാനത് പഠിച്ചില്ലേ 2-4 ബുക്ക് നോക്കി പഠിച്ചെങ്കിൽ അതെങ്ങനെയാണ് ഞാൻ ചൊല്ലെ ഷാഫി ഇമാം 10 ലക്ഷം ഹദീസ് കൊണ്ടിരുന്നു. അങ്ങ് അതിൽ നിന്നെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് ചെന്തറുമ്പോ എന്റെ രക്ഷണ മാർഗം അങ്ങനെ ബാക്കിൽ കൊണ്ടതാണ്. അതേസമയത്ത് ഇവിടുത്തെ ഹദീസ് അവിടെ ഞാൻ ചെന്ന തീരെ 10 ലക്ഷം ഹദീസ് എന്റെ എതിർക്കുമ്പോൾ കൊമ്പെന്നെങ്കിൽ നിങ്ങൾ കേൾക്കണ എല്ലാ വിഷയത്തും ഹദീസിൽ നിന്ന് മറുപടി ഗ്യാരണ്ടി കണ്ടേ സംശയമേ ഇല്ല. അതില്ലാത്ത കാലത്തോളം നാണോണ്ടൊട്ടി വാതാക്കിയിട്ട് ബാക്കി അവിടെ എന്ത് എൻ്റെ കയ്യിൽ ഹദീസ് ഉണ്ടോ? എൻ്റെ കയ്യിൽ ഹദീസ് ഉണ്ടോ? പക്ഷെ ഹദീസിന്റെ ബാക്കിൽ പോയി ഞാൻ കൂടുമ്പോൾ 10 ലക്ഷം ഹദീസിന്റെ ഇല്ലല്ലേ. ആ ഹദീസ് കണ്ട ഇമാമിയല്ല എഴുതി വെച്ചിടാറല്ലേ ഇങ്ങനെ ഉണ്ടോ അയാളെന്തും നക്ക് വേണ്ട നക്ക് ഹദീസേ വേണു നീ ഉണ്ട് ഹദീസ് ആദ്യം നീ ആക്കണായ സ്വറ ഈ 10 ലക്ഷം ഹദീസ് കൊമ്പ് വെക്കോ വെച്ചെങ്കിൽ ബീടി ബീടിയായിട്ട് തെളിവ് തറ പ്രൂഫ് തറ
അപ്പം നമുക്ക് വലിയ ലോകാത്ഭുതമായി കണ്ടെത്തി ಅಂದರೆ അഹമ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് എന്തില്ല ഗൂഗിളില്ല. അതുകൊണ്ട് അങ്ങ് ഹദീസ് കിട്ടുക ചാൻസ് ഇല്ല. അങ്ങ് എത്ര വലിയ ഹിഫുദുള്ളെങ്കിൽ എത്ര നേതാക്കന്മാരാണ്. ചില ഇമാമിയങ്ങളെ ಬಗ್ಗೆ ನಾನು ಬೈಚಿದೆ. അങ്ങ് ഔത്ര പത്ത് പോകുമ്പോൾ കാതിൽ തുണി തള്ളിയോണ്ട് പോയോണ്ടിരുന്നാറ്. എന്തേ ചെന്നെങ്കിൽ തുണി തള്ളല് അങ്ങ് മനപ്പാടായത് യാറായി ನೆನಪು ಆಯದು ಯಾರಾಯಿಲ್ಲ. ಇനി പുറത്ത് പോയിട്ടാകുമ്പോൾ അവിടെ എന്തെങ്കിലും ഉറുതി കേട്ട് അതും ನೆನಪು അവിടെ വേണ്ടാന്ന് ചെന്നിട്ടു കാത് നന്റെ പോലത്തെ കൊണ്ട് കാത് എലി ഒട്ടാക്കിയെങ്കിൽ എന്തും മനസ്സിലാവില്ല. ഒരു ഹദീത്ത് പോലും കാണാപാടാക്കും നമുക്ക് തരില്ല. പിന്നെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളെല്ലാം ചെന്ന് പിച്ചേക്കേക്കാൾ എന്തും തലല്ലിക്കില്ല. ഹിഫുദും ചൊല്ലിക്ക് അങ്ങനത്തെ നാണാണ് ഷാഫി ഇമാമിന്റെ എഡിറ്റ് ആക്കിക്കൊണ്ടുള്ളേ. എന്തൊരു മുസീബത്ത്. ഒരു പക്കം നാണ് ഒരു ಅಂಗಡಿಗೆ പോയ എന്ത് ഈ കുടിക്കുന്ന സോഡ ഉണ്ടല്ലേ എന്തോ അതെടുക്കോ 5 എടുത്ത് അവ ಎಷ್ಟು കേട്ട് എത്ര എണ്ണ കേട്ടോ ഉണ്ടോട്ടി അവൻ ചെന്ന് വലിയ ഡിഗ്രി പഠിക്കല ഞങ്ങളെ അവൻ്റെ തമാശാക്കളല്ല ഞങ്ങളെ ഓർമ്മ ശക്തി അങ്ങനെ ഉണ്ടോണ്ട് ഞങ്ങൾക്ക് ഇത്ര ആരെയും നോക്കണം. അപ്പോൾ ഓൺ വലിയ ഡിഗ്രി പഠിக்கிறെങ്കിൽ എത്താൾ എപ്പോൾ നോക്കിയും ചീലിട്ടുകൊണ്ട് പോകണ്ട പഠിക്കും വലിയ കോളേജിൽ കണക്കുണ്ട്. അവനൊരു അങ്ങടിയിലുള്ള കൊണ്ട് പെട്ടെന്ന് ഞാൻ പോയ അപ്പോൾ പോയിട്ട് 5 സോഡ എടുത്ത 7 ರೂಪಾಯಿ. അപ്പോൾ 5 എല്ലാം ಎಷ್ಟು അല്ലേ ನಾನು 35 ರೂಪಾಯಿ പഠിച്ചിരിക്കുക നിന്നേ ഓൻ്റെ കാണ്ടേ ഇല്ല. എത്തിരി നോക്കുമ്പോൾ അവൻ പോയിട്ട് കാൽക്കുലേറ്റർ ഞെക്കിയുള്ള ഇത് ഞാൻ കണ്ടതാണ് ಗೊತ್ತು. ഞാൻ വിചാരിച്ച ಯಾರಪ್ಪ ഞങ്ങൾ ഷാഫി അവിടെ തിരിച്ചുകൊണ്ടുള്ള എന്തിരെ 5 × 7 ಎತ್ತರ ಚೊಂದಿಟ್ಟು ಈ ಕಾಲೇಜಿಗೆ ಡೈಲಿ ಚೀಲ ಇಟ್ಟುಕೊಂಡು ಹೋಗಲಿಕ್ಕೆ ಓನು ಗೊತ್ತೇ ಇಲ್ಲ. ಓನಾണ് ആരെ തിരിച്ചുകൊണ്ടുള്ള അഹമ്മദ് ബിൻ ഹംബലിന്റെ കാലത്ത് ഗൂഗിളില്ല അഞ്ചുള്ളേ. അപ്പോൾ ഇതെല്ലാം വലാന ആഖിറു ഹാദിഹിൽ ഉമ്മത്തി അവ്വലഹ. ഈ സമൂഹത്തെ അവസാനം വന്ന ആൾമാർ ആദ്യം വന്ന ആൾമാരെ ശവിക്കണമെങ്കിൽ കാലം വന്നെങ്കിൽ അത് അന്ത്യനാള് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചൊല്ലാറ്. ഞങ്ങൾ അത് പഠിച്ചാ ഇത് പഠിച്ചാ ഞങ്ങൾക്ക് അങ്ങലാട്ടിയാറെ തെരഞ്ഞിട്ട് അങ്ങനെ ബാക്കിൽ പോയവൻ കൊടുകൂടാ. പണ്ട് പേരുസ്താദ് ഒരു ഉദാഹരണം ചൊന്നിട്ട് നല്ല ഉദാഹരണം. ഇന്ത്യ താൽമാർ വളരെ ഫിറ്റായ എനിക്കെത്തൊരു ഉദാഹരണം. അത് ആണുവും പെണ്ണുവും ഈ അഹങ്കാരത്തിൽ ആറ് പണ്ടാറ് എല്ലാവർക്കും ഫിറ്റായ ഉദാഹരണം. ഒരാൾ ഉമ്മക്ക് ഇത് എന്തിനാ ചൊന്നെങ്കിൽ വാത്തരോഗം, ഭയങ്കര വാത്തരോഗം. എത്രേ മരുന്നാക്കി സുമറാവുണ്ടാവും. അങ്ങനെ ഓണ് ഭയങ്കര ബേജാറായിട്ട് എത്ര മരുന്നാക്കണേ ഗൾഫിടെ പോയാ രായത്ത് മരുന്നാക്കിയ ഉമ്മക്ക് സുമാരേ ആവില്ല. എല്ലാ ഡോക്ടർമാരെ മുട്ട പോയിട്ട് ലാസ്റ്റ് കുടിഞ്ഞു പോകണം. അത്ര വാര ചെന്നാൽ നീ എന്ത് ബേജാറാവണമെന്നില്ല. ഓൻ ചെന്നാൽ നീ എന്ത് ബേജാറാവണമെന്നില്ല. ഒരു ബുക്കുണ്ട് ഓൻ ചെന്നാൽ ബുക്ക് അതെന്തിന്റെ ബുക്ക് മറന്നര ബുക്ക് മറന്നര വിഷയം എല്ലാത്തിനും അങ്ങനെ ഓൺ ഭാര്യ കൊസിയായിട്ട് ലക്ഷക്കണക്കിൽ മറന്ന് ചെലവായിട്ട് ഉമ്മക്ക് പൈസ ചെലവായിട്ട് 5 വയസ്സത്തെ പ്രയോജനം ഇല്ല. ബുക്ക് വായിക്കണ്ടേ. അങ്ങനെ ബുക്ക് വായിച്ചിട്ട് നോക്കുമ്പോൾ അതിലുണ്ട് വാതരോഗത്തിൽ ഇരുമ്പ് ചൂടാക്കി വെക്കണമെന്നുണ്ട്. വാതരോഗത്തിൽ ഇരുമ്പ് ചൂടാക്കി വെക്കണമെന്നുണ്ട് അതിലുണ്ട്. അപ്പോൾ ഓണ് ഭാര്യ കൊസിയായിട്ട് ഓടിയവി ഏതുപോലെ ഇതാ സഹൽ ഹദീദ് നേരത്തെ കമറാക്ക മുണ്ടുമ്പോൾ ചെന്ത് ഇതാ സഹൽ ഹദീദ് ബഹുവ മദ്ഹബീൻ ചെന്തല്ലേ ഹദീദ് സയ്യായി വന്ന് നാണെ കൊടുക്കണമേ പത്തോർത്ത് ഹദീദ് വായിച്ചോളോളാം. അവൻ ചെന്ന് ബുഖാരി ನಾನು ಓದ್ರೆ എൻ്റെ ചെല്ലേ ഒരു തമിഴിലാണ് ഹദീദ് വായിച്ചോണ്ടു എന്തൊരു ഓതിയുള്ളൂ നീನು ನಾನು ബുഖാരി വായിക്കടേ ഇംഗ്ലീഷ് ബുഖാരി വായിക്കടേ. ആ ബുഖാരി വായിച്ചിട്ട് നീ ഫത്തോ കൊടുത്തുണ്ടാ എന്തേ നക്ക് ഫത്തോ കൊടുക്കോതിരാണ്ട അവൻ കേൾക്കടേ യാറപ്പി നീ എങ്ങനെയല്ല ഫത്തോ കൊടുക്കടേ. ഈ ബുഖാരിക്ക് എത്രയാണ് വലിയ വ്യാഖ്യാനങ്ങളുള്ളേ അതെന്തും നോക്കാണ്ട് നീ എങ്ങനെ ഡയറക്റ്റ് ഫത്തോ കൊടുക്കടേ. ನಿಕ್ಕೊಂದು ರೋಗ ಹಿಂಗೆ ನನ್ನ ಮುಟ್ಟ ನೀನು ಸರ್ಜರಿಗೆ ಆಳ ಕಡ್ತಾರೆ ಹೆಂಗೆ ಕಡ್ತಾರೆ ನನ್ನ ಮುಟ್ಟ ಹೆಂಗೆ ಸರ್ಜರಿ ನಾನು ಡಾಕ್ಟ್ರ ಇನ್ನು ಸಾಮಾನ್ಯ ಡಾಕ್ಟರ್ ಮುಟ್ಟವ್ ಕಡ್ತಾರೆ. ಇಂದರ ಬಂದು ಕ್ಲಿನಿಕ್ ಓಪನ್ ಹಾಕಿ ಡಾಕ್ಟರ್ ಮುಟ್ಟ ನಂಗೆ സർജറിക്ക് പോണ്ടമ്മ അവൻ ചൊല്ല സർജറിക്ക് ആളെ മുട്ട കടത്താളെ സർജറിക്ക് നല്ല സർജറി ആക്കിയിട്ട് വലിയ ഹത്തിക്കുള്ളെങ്കിൽ ഡാക്ടറെ മുട്ടമേ കടത്തറുള്ള ഓൻ ചെല്ലേ ഞാൻ ബുഖാരി വായിച്ചിട്ട് പത്തോ കൊടുക്കൂടെ ടിക്കറ്റ് ഈ ബുക്ക് വായിച്ചിട്ട് ആ മോന് കിട്ടിയിട്ട് എന്തിനാക്കൊണ്ടിരുന്നെങ്കിൽ ഉമ്മടെങ്കില്ലയിൽ വാത്തരോഗത്തിന് ഇരുമ്പ് ചൂടാക്കി വെച്ചെങ്കിൽ മറന്നവിടും. ഉമ്മ ഈ ഇരുമ്പെടുത്ത് വന്ന് നല്ല ചൂടാക്കി ഉമ്മനെ കാൽ മുമ്പ് വെച്ചാൽ ഈമ ബൊബ്ബയിട്ട് സുഖമാക്കി ഈമ ബൊബ്ബയിട്ടിട്ട് ആൾമാർ കൂടിയാറ് എന്തേ ಅದು ಎಂದ್ರೂ ಗೊತ್ತಿಲ್ಲ. ನನ್ನ ಮೂರು ಸಮಾಯಿನ ಹುಷಾರಿನ ನಂಡೆ ನಿಂಗ ಹಾಸ್ಪಿಟಲ್ ಕೊಂಡವರು ಒಂಡೆ ನಿಂಗೆ ஒரு மென்டல் ஹாஸ்பிட்டல் கொண்டவர் சென்று வந்தது ஓண்ட மட்டும் போயார். ஓண்ட மட்டும் போயிட்டா ஓனிதே சொல்ல நக்க புறப்புண்டு ஏங்கண்ணே எட்டரை காத்துண்டு நக்க புறப்புண்டு నెబి తంగళ బాప ఉన్నారు కదా నక్కు పురుగుండు ఎవరు అంటే ఎంత పురుగు బావ నక్కు పురుగుండు చెందా ఊరు బుక్ కాటి ఒక్ಕು புருகுள்ளொக்கு ಬಾಯ್ಚು ನೋಕು ಮುಂಡದು ನಡುవుಲು ಎಂದ್ರೆ ವಾತರೋಗത്തിന് ഇരുമ്പ് ചൂടാക്കി വെക്കുന്നത് പരിഹാരമുണ്ടോ അങ്ങ് തല വെച്ചേക്ക് യന്ത്രഭാവം. അങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിന് ഇത് കന്നുകാലികളുടെ ചികിത്സയാകുന്നുണ്ടുണ്ട്. പൈങ്ങകാരുടെ ചികിത്സ ഇതൊന്നും നോക്കിയില്ല. ഇത് പൈങ്ങല ചികിത്സയാന്ന് ചൊല്ല വിഷയമാണെന്ന് ಗೊತ್ತಿಲ್ಲ. പോയിട്ട് എടുത്തിട്ട് വെച്ചമ്മി കൊണ്ടിട്ട് ഉമ്മക്ക് ചൂടാക്കിയിട്ട് ഇതേ ഉദാഹരണം കറക്റ്റ് ഇന്നത്തെ ഈ ചൊന്ന വെഡിങ്ങെല്ലാം വളരെ ഷൂട്ടാണ്.
ഷാഫി ഇമാമിന്റെ തിത്തു ഷാഫി ഇമാം ചെന്തല്ലേ ഹദീദ് സ്വഹിയായി വന്നെങ്കിൽ നിങ്ങൾ അതിരെ പിടിക്കോರು ನನ್ನ ಮದ್ಹಬೋಡರು ಐತು ಬಾವ ഷാഫി ഇമാമിಗೆ 10 ಲಕ್ಷ ഹദീദ് ಹೊಂದಿದ್ದು ನಕ್ಕು ഒന്നും ಹೊಂದಿಲ್ಲ ನಾನೆങ്ങനെ ഷാഫി ഇമാമിനെ വിട്ടിട്ട് നിന്റെ ബാക്കിൽ വേണ്ടേ ഇതെന്തൊരു മുസീബത്ത് അത് കാണുന്ന ഒസ്വാസരകാർ ആണുടെയും പെണ്ണുടെയും ഒസ്വാസാക്കലെങ്കത്തെ കാലം ഹജ്ജിക്ക് പോയോണ്ടുള്ളാർ കുറെ ആൾമാർ വിളിച്ചിട്ട് കേൾക്കണേ എന്തിനാ ഒസ്വാസാക്കലേ മദീനത്ത് പോയിരുന്നാവാ മദീനത്ത് വിത്ത് പോയിരുന്ന എന്ത് മദീനത്ത് പോയമേ ഇസ്ലാമിയുടെ പുറത്ത് എന്തോ ഒരു മുസീബത്ത് കൂടെ നിങ്ങൾക്ക് തെളിവെന്തരല്ലേക്കൂ പക്ഷെ ഞാൻ ആ തെളിവ് കൊണ്ട് മുണ്ടില്ലേ ഇതെല്ലാം പഠിപ്പാട്ടി തന്ന ഒരു നേതാവ് ഹജ്ജ് ഉണ്ടുകൊണ്ട് പഠിപ്പാട്ടിയതാറ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹേ ആയമുട്ട പോയിരുന്ന അഹമ്മദ് റദാ ഖാൻ ബറേലവി റഹ്മത്തുള്ളാഹി 1000 കിതാബിന്റെ ആളാണ് അയാൾ ചെന്ന് ഹജ്ജ് കഴിഞ്ഞുകൊണ്ടെങ്കിൽ താഴ്മാർ ഹജ്ജല്ല തീന്തല്ലേ ഇതാ മദീനത്ത് വരൂ എന്തേ കഅബാക്ക് കഅബ ഇവിടെ ഉണ്ടു അത് കഅബയെങ്കിൽ കഅബത്തുക്കും ഒരു കഅബ ഉണ്ട് അത് മദീനയാണ് ഖിബ്ലത്തുക്കും ഒരു ഖിബ്ലയുണ്ട് അത് മദീനയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേതാവിടെ മുട്ട ഭയങ്കര സംശയം ഒരാൾമാർക്ക് പോയികളാമോ ഹജ്ജ് ബലക്കാവാ ഹജ്ജ് ബാത്തിലാവാ ഞാൻ ചെന്ന് നിങ്ങൾ ആ വിശ്വാസത്തിൽ ഹജ്ജിക്ക് കൊണ്ടാറുണ്ടെങ്കിൽ നിങ്ങൾ മക്കത്ത് പോയിരുണ്ടാ മൈക്കാലത്തെ മുട്ട ഒരു മുക്കുണ്ട് അവിടെ മൈക്കാലത്തെ മുട്ടല്ല മുക്കുള്ള സുറക്കൽ അവിടെ പോയെങ്കിൽ നിങ്ങൾക്ക് അവിടെ വേണം ചുത്ത വേണം നിങ്ങളുടെ ബിൽഡിങ്ങിൽ ചുറ്റിട്ട് പറഞ്ഞു നിങ്ങൾ പൈസ ഒലി എല്ലാം ഒലിയും എന്തേ ഇപ്പോ ഹുദുവന്നി മനാസിക്കും നന്റെ ഹജ്ജ് ഉംറല്ല നന്റെ മുട്ടത്തെ നിങ്ങൾ പഠിക്കൊരുണ്ട് എന്നൊരു നേതാവിടെ മുട്ട പോയെങ്കിൽ ഭർത്താവിടെ ഇസ്ലാമതി വേണമെങ്കിൽ മദീനത്തെ പള്ളി നിസ്കരിக்கிறേന്ന് ചൊല്ല നീയത്തിൽ പോയിരു 1000 റക്അത്ത് കൂലി കിട്ടും പക്ഷേ അവിടെ ഒരാൾ കിടന്നിട്ടുണ്ട് അയാളെ സന്ദർശനാക്കണേക്ക് പോയെങ്കിൽ ഔട്ടായി ഇങ്ങനത്തെ ഒരു ഇസ്ലാം ഉണ്ടാ എന്ത് ഇസ്ലാം അത് ഇത് ചൊന്നു നടക്കണമെങ്കിൽ താഴ്മ ഞാനത് ചൊല്ലെ ചില ആൾമാരെല്ലാം എങ്ങനെയാണ് ചെന്ന് പെട്ടെന്നത് കൊണ്ടാവില്ല തേന്റെ ഉൾക വിഷയം ഇട്ടിട്ടാണ് തന്റെ നാണോ വാതാക്ക പോയിട്ട് ലാസ്റ്റ് ജാരിയം എന്തില്ല ഹസര ദുനിയാവല്ല ആഖിറ ദുനിയാവും പോയിട്ട് ആഖിറവും പോയിട്ട് യാറബ്ബി ഈ നേതാവിടെ മുട്ട പോവണ്ടാന്ന് ചൊന്നെങ്കിൽ ഒരു ഈമാനുള്ള എത്ര ആൾമാരുള്ളാർ മക്കത്ത് മാത്രം പോയി വേണ്ടേ എത്ര സുലഭാണ് വാരിസുള്ള മൈക്കാത്തുള്ളാർ അഞ്ഞുള്ളാർ അനറായത്തുള്ളാർ അങ്ങ് മക്കത്ത് കൊണ്ടേ എന്റെ മദീനത്ത് ഇത് പോയെങ്കിൽ ഞങ്ങൾ ഹജ്ജ് ബാത്തിലാവാൻ ചൊല്ല പേടി ഇതെല്ലാം പഠിപ്പാട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു ചൊല്ലുവാണ് ഏതെങ്കിലും ഒരു അവിശ്വാസി ചൊല്ലുവാണ് നേതാവിടെ മുട്ട പോകണ്ടാണ്ട് ആവട്ടെ അങ്ങനെ പുറത്ത് പോകണ്ടെങ്കിൽ ഞാൻ പോകണ്ടേ എൻ്റെ വിശ്വാസം നിങ്ങൾ ആരെന്തൊരു ചെന്നതൊന്നറിയില്ല ഇസ്ലാം അങ്ങനെ ഒരു തെളിവ് ഉണ്ടുകൊണ്ട് വരില്ല എന്തൊരു തെളിവ് ഹജ്ജിന് പോയെങ്കിൽ ആള് ഈ നേതാവിടെ വിറ്റ് സങ്കല്പിച്ചിട്ട് പോയാറുണ്ടായെങ്കിൽ ഇസ്ലാമിയുടെ പുറത്ത് പോകണമെന്ന് ചെന്നെങ്കിൽ ഞാൻ അവിടെ പോണ്ടേ എന്തേ ഇതെല്ലാം പഠിപ്പാട്ടിയ ഒരാളാണ് ഇപ്പുറത്തുള്ളത് ഈ നേതാവിടെ മുട്ട പോവണ്ടാന്ന് ചെന്നെങ്കിൽ ഇത് എന്ത് ഇസ്ലാം ഉണ്ടപ്പേ ഏതെങ്കിലും ഒരു ധർമ്മത്തിൽ അധിക്കുക ഒരിക്കലും മിക്കൂ ചാൻസ് ഇല്ല ഇതാ മുത്തവല്ലി ഷാറാവി ചൊല്ലെങ്കിലത്തെ ലോക പണ്ഡിതനിക്ക് നിങ്ങൾ അടിച്ചു നോക്കൂ മുത്തവല്ലി ഷാറാവി ഈജിപ്ഷ്യൻ വലിയ ആളാണ് എത്ര തഫ്സീറാണ് അയാൾ എന്തിരെ അയാൾ മക്കത്തിൽ ഇങ്ങനെ ദർശനത്തോണ്ടിരിക്കുമ്പോൾ പക്ക നാം വായിച്ച ടെക്സ്റ്റാണ് അങ്ങനെ ദർശനത്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ അയാളുടെ മുട്ട വന്നിട്ട് ചെല്ല് എല്ലാം അങ്ങനെ ഈ പ്രൂഫ് ഉണ്ട് ചെല്ലറല്ലേ ആ ഗരട മാത്രമല്ല വായിക്കണായി 6666 ആയത്തുണ്ടല്ലേ അത് ആയത്ത് ഗര മാത്രമാണ് ഗരട് അപ്പുറത്ത് എത്ര വിശാലമായ സാഗരമുണ്ട് അന്നും കൊന്തു വേണ്ടി കാലി ഗര വായിച്ചെങ്കൈത്ത് അതിനാട്ടി അപ്പുറത്ത് എന്തിനുണ്ടോ ഈ ഹദീസിലെ ഷാഫി ഇമാം എങ്ങനെ മനസ്സിലാക്കിയിട്ട് അഹ്മദ് ഇബ്നു ഹംബൽ എങ്ങനെ മനസ്സിലാക്കിയത് അതെന്തും നോക്കണ്ടേ ഇന്നലെ ഞാൻ മഗ്‌രിബ് നിസ്കാരത്ത് ഒരു പക്ക പോയി നോക്കുമ്പോൾ പള്ളിയിൽ എൻ്റെ അപ്പുറത്ത് രണ്ടാമത്തെ ചെയ്താൽ അങ്ങ് കയ്യിലിങ്ങനെ ആയിട്ടുള്ള എന്തോ ആടുവാട്ടി കൈ ഞാൻ തല വെച്ചിരുന്ന കേന്ദ്രഭാവം ഇത് കൈയുടെ ആടുവാട്ട് ಯಾರಬ್ಬಿ ಜಂಡು ಬೆರಳು ಅಪರ್ತಿ ಬರ್ದ ಆಡೋಟ ನಾನು ನಡುರು ನಾನು ನೇರ ಬೆಚ್ಚ ಓ ತೆಳಿ ಉಂಟು ಅಂಕ ಪ್ರೂಫ್ ಉಂಟು ಅಂದ್ರೆ ಖಾನ ರಸೂಲುಲ್ಲಾಹಿ ಸಲ್ಲಲ್ಲಾಹು ಯಹರ್ರಿಕುಹಾ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಇದ್ರೆ ಚಲಿಪಿಚ್ಚೋಂಡು ಇಲ್ಲಿ ರಾಯತ್ ನೋಕೊಂಡು ರಾಯತ್ ರಸೂಲ್ ಈಗ ಇದು ಗೊಂತಿದ ಆಕಡೆ ಅಂದ್ರೆ ಇನ್ನೂರು ಕೊಸಿದ ಆಡೋಟ ಜೊತೆ ಯಾ ರಬ್ಬಿ ಅಶ್ಹದು ಅಲ್ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್ ಬೆನ್ನಿಂಗ್ ಉಳ್ಳಾರ ಗೊಂತಿಲ್ಲ ಅಶ್ಹದು ಅಲ್ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್ ಚೆಲ್ಲುಂಬ ಏಕ ದೈವ ವಿಶ್ವಾಸ ಅಲ್ಲಾಹು ಅಲ್ಲಾ ಅಂತ ഒരു ദൈവമില്ല ഒരുത്തനെ ಇದಕ್ಕಾണ് ಇದು ಸೂಚನೆ ഇതിങ്ങനെ കറക്റ്റ് കൽബുക്ക് തട്ടോ ഒരുത്തനെ ഇങ്ങനെ ആക്കി ഇതിന്റെ അർത്ഥം എന്ത് ഈ ഡൗട്ട് ഉണ്ടല്ലേ ഇത് ഒരു ബലയില്ല ഇങ്ങനെ ആടിയോണ്ട് അർത്ഥ യാത്ര ഇല്ലല്ല ഉദ്ദാക്കോ തുടങ്ങി ലാസ്റ്റ് വരെ അപ്പൊ അവൻ ചെല്ല നക്ക് തെളിവുണ്ട് അപ്പുറത്ത് ഇപ്പുറത്ത് വെച്ചവണ്ട് തെളിവ് എന്തൊരു തെളിവ് ഹദീസിലുണ്ടല്ലേ ആടിയോ ಯಾರ ಬೋನ್ ನೋಕ್ಯಪ್ಪ ಇದೇ 3 ಲಕ್ಷത്തോളം ഹദീസ് വന്നുള്ള ഇമാം മുഹിയുദ്ദീൻ നവവി റളിയല്ലാഹു അൻഹു ശർഹുൽ മുഹദ്ദബ് ചൊല്ല കിതാബുണ്ട് അയാൾ ഈ ഹദീസ് കണ്ടു ആ മഹാൻ ചൊല്തു ഒരു ഹദീസിൽ ആടുവാട്ടിട്ട് ഉണ്ടു ഒരു ഹദീസിൽ യുഹർരിക്കുഹാണ്ട് ആടുവാട്ടിട്ട് ഈ രണ്ട് ഹദീസിന്റെ സംയോജന ആക്കിയിട്ട് ചൊന്തു ആടുവാട്ടിത്തിന് ചൊന്നെങ്കിൽ ഇങ്ങനെ ഇന്നെങ്കത്തെ കൈ ഇങ്ങനെ ആക്കിയിട്ട് ಅದರರ್ಥ ಮುಚ್ಚಿಟ್ಟಿದ್ದ ಕೈ ಈ ಮುಚ್ಚ ಕೈಲೆ ಲಾ ಇಲಾಹ ಅಶ್ಹದು ಅಲ್ಲಾ ಇಲಾಹ ಇಲ್ಲಲ್ಲಾಹ್ പിന്നെ ആടുവാട്ടിട്ടുണ്ട് അല്ല അതര ആ ചൊന്നേ നവീമാവല്ല എന്നെ വിധങ്ങമേ വന്നിട്ട് അങ്ങനെ ചൊന്നാൽ ഞാൻ ആടുവാട്ട വേണ്ടി ഓണിട്ടില്ലേ അപ്പൊ ഓണുക എന്താണ് ചികിത്സ അവൻ ഇതാണ് വിശ്വാസം ചൊല്ലെ എത്ര ആൾമാർ ആടുവാട്ട ഞാൻ ചെല്ലേ നക്കെന്തും കൊന്തില്ലേ നവീമാവൻ ചെന്നെങ്കിൽ
അശ്ശാഫിഈ സാനി, രണ്ടാം ഷാഫിഈ എന്നുള്ള പേരിൽ അറിയപ്പെട്ട ലോകത്ത് അതുല്യരായ ഇമാമാണ്. ഇൽമു പഠിപ്പാട്ടതിരെ പഠിക്കരുതരെ നടുൽ മഞ്ഞിലാവുക വരെ മറന്നുപോയെങ്കിലത്തെ നേതാവാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ മഹാൻ ഇങ്ങനെ വ്യാഖ്യാനം ചെന്നിട്ട് നക്കത് നെയ്യാവല്ലേ ഇങ്ങനെ ചെറുതെ ഇല്ല അടിക്കുണ്ടല്ലേ ഗെര മാത്രം വൈക്കല് ആ ഗെരയുടെ ഇങ്ങനെയല്ല മനസ്സിലാക്കി അതൊക്കെ എന്ത് നോട്ടമില്ല. ഷാഫി ഇമാം ചെന്തല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പെഞ്ഞായിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്ക സ്വഹാബത്ത് അങ്ങളെ പെഞ്ഞായിമാർ ഇങ്ങളെ കൂട്ടത്തിൽ ഒരാളും ജുമുഅ ജമാഅത്തിന് പള്ളിക്ക് പോയതായി നക്ക് വന്നില്ല. ആര് ചെന്ന് 10 ലക്ഷം ഹദീസ് കൊണ്ടുള്ള ഷാഫി ഇമാം ചെന്നിട്ടാകുമ്പോ ഇവിടെ 2 ബുക്ക് വായിച്ചുകൊണ്ട് നക്ക് വന്നിട്ടുണ്ടോ, അയാൾ ಗೊತ್ತಿല്ലെങ്കും നക്ക് കൊണ്ടുണ്ടോ ചൊല്ലത് അഹങ്കാരത്തെ പരമാവധി ഉണ്ടായിരിക്കും ചൊല്ലത്. അപ്പൊ കുറെ പെണ്ണിക്ക് ഭർത്താവും പള്ളി പിടിച്ചോണ്ട് എവിടേക്ക് പള്ളി ഇതില്ല. ഇത് കാണുമ്പോ ബേജാറായി പോയി എന്തൊരു മുസീബത്ത് ഇങ്ങനെയും പെണ്ണിന് പ്രയാസപ്പെടുത്തണം ബുദ്ധിമുട്ടാക്കണം. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള മുതവല്ലി ഷാറാവി ചൊല്ലെങ്കത്തെ ആ മഹാനായ അയാളൊട്ടിയെ വന്നിട്ട് ഒരാൾ ചൊല്ലു നക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് പോണു നണ്ടൊട്ടിಗೆ നീങ്ങ പറഞ്ഞു ചൊല്ലു. അങ്ങനെ ചെന്നപ്പ ഇയാൾ അവിടെ അധികൃതർക്ക് ലെറ്റർ എഴുതണം, ലീവ് ലെറ്റർ വേണം. അയാൾ ചൊല്ലു നക്ക് ലെറ്റർ നിങ്ങൾ ലീവ് തന്നു എന്ത് കൊണ്ടുണ്ട ലിസിയാറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്തിന് നക്കൊരു എന്തിനെ തരണം അനുമതി തരണം ചെന്നപ്പ ഇങ്ങ ഇയാളെ തിറ്റിയാൽ ഇങ്ങ ചെന്നാറ് അങ്ങനെ തറവാവില്ല. അങ്ങനെ നിങ്ങൾ എഴുതു കുത്തിയറ നിങ്ങൾ എഴുതണു ഈ മസ്ജിദ് നബവിയിൽ എഴുതണു അങ്ങനെ എങ്ക വയ്ക്കും. മദീനത്തെ പള്ളിക്ക് പോണു ലീവ് തരണു എഴുതിയെങ്കിൽ തണ്ടാൻ ചെന്നാൽ അപ്പ ഇയാൾ ചെന്നാൽ മറുപടി ഉണ്ട്. അതാണ് ഈമാൻ. ഇയാൾ ചൊന്തു നാണ് മദീനത്തെ പള്ളി സിയാറത്ത് പോണ്ടില്ല. എന്റെ മസ്ജിദുൽ ഹറാമിൽ 1 ലക്ഷം കൂലിയുണ്ട്. എത്ര? 1 ലക്ഷം. മസ്ജിദുൽ നബവിയിൽ എത്ര? 1000. ഏതെങ്കിലും 1 ലക്ഷത്തെ വിട്ടായിരം നീ പറ ഒരു പക്ക 1 ലക്ഷം ശമ്പളം ഉള്ള പിന്നെ ഒരു പക്ക 1000 രൂപ ഉള്ള ഈ കൊണ്ട് പറ്റി വിഡിൻ്റെ അല്ലേ ചൊല്ല് 1 ലക്ഷം വിട്ടിട്ട് ആരെങ്കിലും 1000 മുട്ട പോവാറാ ഞങ്ങൾ പിന്നെയും ശമ്പളം 1 ലക്ഷം ആയെങ്കിൽ 1.5 ആവാൻ ചെന്നിട്ടേ കാത്തോണ്ടിരിക്കണേ യാരെവിടെ കിട്ടുന്നത്. അപ്പൊ ഇയാൾ ചൊന്തു നാൻ പോണ്ടത് ഞാൻ അങ്ങനെ മസ്ജിദ് നബവിക്ക് പോണ്ടേണ്ട വിട്ടി അവിടെ എന്തുകൊണ്ട് കൂടെ 1 ലക്ഷം വിട്ടിട്ടു 1000 ഞാൻ പോയ പോലെ ഞാൻ അയക്ക് പോണ്ടല്ല. ഞാൻ ലിസിയാറത്തി മൻ ഒരാളെ സന്ദർശിക്കൂ ഞാൻ പോയോണ്ടുള്ള ഏതൊരാൾ ലൗലാഹു ലമാ ഉജിദത്തിൽ അൽഫു വലാ മിയത്തു. ആ ഒരാളും ഇത് ഇല്ലാണ്ടായില്ലെങ്കിൽ 1000 ഇല്ല 1 ലക്ഷം ഇല്ല. അങ്ങനത്തെ ഒരാളെ സന്ദർശിക്കൂ ഞാൻ പോകുമ്പോ എൻ്റെ അജഞ്ചലമായ വിശ്വാസമാണ് എന്നൊക്കെ കോട്ടി കിട്ടരുത്. അതുകൊണ്ട് ഞങ്ങൾ ചിലപ്പോൾ മക്കത്ത് 3 നാളും ചൊന്ന് വന്നെങ്കിൽ മക്കത്തിൽ 3 നാൾ നിന്നെങ്കിൽ മതിയത്ര 3 നാൾ നിൽക്കൊണ്ടാണ് ഞങ്ങൾ ആശ എന്തേലും ചൊന്നെങ്കിൽ അത് നിയമത്തെ സ്കെയിൽ വെച്ച് നിങ്ങൾ അളക്കു കൊണ്ടാറുണ്ടായെങ്കിൽ നിന്റെ കൊണ്ട് പ്രൂഫ് ചൊല്ലുകില്ലേ. അത് മഹബത്തിന്റെ സ്കെയിലാണ്, സ്നേഹത്തെ സ്കെയിലാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പൊ ഈ ഒരു സത്യത്തിലാണ് ആണിങ്ങ പെണ്ണിങ്ങ മടങ്ങുണായി ഏത് എങ്ങനത്തെ ഇബ്ലീസ് വന്നിട്ട് നിന്റെ വിശ്വാസാക്കിയെങ്കിലും തൽക്കാലം ഒരിക്കലും മാറിപ്പോവാത്ത നല്ല ഈമാൻ വേണം. എല്ലാവരും ചൊന്നത് നേരാവും ഒരിക്കലും സാധ്യത. ഞാൻ അവസാനിപ്പിച്ചോളൂ. എല്ലാവരും ചൊന്നത് എങ്ങനെ നേരാവും അങ്ങനെ ഒരു സ്റ്റാൻഡ് ഇട്ടില്ല, ഒരു സ്റ്റാൻഡൊന്നും എത്തിക്കില്ല. എല്ലാവരും സമാനത്തിൽ ഞാൻ കൊന്നുപോലെ അങ്ങനെ ആ ഒരു സാധ്യതമേ ഇല്ല. അവസാനമായി പ്രിയപ്പെട്ട വിശേഷം പറഞ്ഞിട്ടുണ്ട്. ഒരു വിശേഷം പോയി ഏതായാലും അവസാനിപ്പിക്കുമ്പോൾ അവസാനമായി നമുക്ക് ചെല്ലുള്ളത് പ്രിയപ്പെട്ട സഹോദരിമാർ, പ്രിയപ്പെട്ട സഹോദരന്മാർ, ഞങ്ങളുടെ മനസ്സിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ നല്ല മഹബത്ത് ഉണ്ടാവണം, അള്ളാഹുവിന്റെ ദിവസം ഉണ്ടാവണം. സ്വഹാബി വനിത സ്വഹാബി ഉമ്മമാർ എന്താക്കൊണ്ടിരുന്നാലും അങ്ങ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവസ പ്രിയപ്പെട്ട മക്കളെ കൽബ് വിട്ടുകൊണ്ടിരുന്നാറ് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങ് മക്ക ഔത്തുക പറഞ്ഞ കേൾക്കാറുള്ള ಕಂಡ್ರೆ ಕೇಳ್ಕಡಾರ அப்போ கண்ணுக்குல சொன்னீங்க அவுத்துரு பத்த விட்டோ இல்லைன்னு தோணும். நீ ரோடு வாட்டர் நீ சீத மஸ்ஜித் நபவி போயிட்டு മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുഖം കണ്ടിട്ട് പറഞ്ഞു. സ്വഹാബത്ത് കൂട്ടത്തിൽപ്പെട്ട ആളാണ് സയ്യിദുന ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചൊല്ലങ്കത്തെ നേതാവ്. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചൊല്ലങ്കത്തെ ആ മഹാൻ അയാൾ ചെറിയ മോനായിട്ടിരിക്കുമ്പോ ഉമ്മടെ മുട്ട പണ്ട് അങ്ങനെ ഉമ്മടെ മുട്ട വന്നപ്പോൾ ഉമ്മ കേൾക്കട് മതാ അഹദുക എത്ര കാലയത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാണ്ടും കേൾക്കട് എത്ര കാലയത്തിന് കേൾക്കുമ്പോ അയിമ ചൊല്ല് അയാൾ ചൊല്ല് കുറെ നേരമായിട്ട് കുറെ നാളായിട്ട് ഞാൻ കണ്ടിട്ടില്ലേ. അപ്പതൊന്നു കൂടെ പറയത്തില്ല നീ നേരെ മസ്ജിദ് നബവി പോയിട്ട് ഒന്ന് കണ്ടിട്ട് വരുമ്പോ അപ്പൊ ഇയാൾ ചൊല്ലു അതേ ഉമ്മ ഞാൻ പണ്ടില്ല ഞാൻ മസ്ജിദ് നബവിക്ക് പോണ്ടേ നിങ്ങൾക്കും നക്കും മാപ്പ് കേൾക്കവും ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടി ചെല്ലാൻ ചെന്ന് മസ്ജിദ് നബവി ഓടിയിട്ട് മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഔത്തു പോകുമ്പോൾ ഇയാൾ മെല്ലെ ബാക്കിൽ കൂടും 6 കേൾക്കും.
ഹുദൈഫാൻ ചൊല്ലു. ചെന്ന പാടെ ചൊല്ലു ഗഫറല്ലാഹു ലക വ ലിഉമ്മിക്കാൻ ചൊല്ലു. അല്ലാഹു നിക്കും നിന്റെ ഉമ്മകും പുറത്തു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇയാൾ ചൊല്ലാട്ടി മുന്നോട്ട് ചൊല്ലു. അപ്പൊ ഞാൻ ഇത് എന്തിനു ചൊന്നെങ്കിൽ ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു ചൊല്ല ഈ പ്രിയപ്പെട്ട സ്വഹാബി ഈ മോൺ ഔത്തുക്ക് വരുമ്പോ ഉമ്മ കേക്കടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ കണ്ടേ ഉമ്മമാർ ഈ മക്കളെ മനസ്സിൽ ഇട്ടു കൊടുക്കണായത് ഈ മഹബത്ത് ഉണ്ടാണ് ഞാൻ ചൊല്ലു. ലോകത്തെ ഏറ്റവും വലിയ മദ്രസ ഏതെന്ന് കേട്ടേന് ഇമാം നവവി മദ്രസ. ഇമാം നവവി ജുബൈലിൽ അങ്ങോട്ട് കേട്ടാണ് ഇമാം നവവി മദ്രസ അല്ല, ലോകത്തെ ഏറ്റവും വലിയ മദ്രസ KCF മദ്രസമായി ഞങ്ങൾ മനസ്സിലങ്ങനെ കൊക്കൊണ്ട് ചെന്നിട്ട് ലോകത്തെ ഏറ്റവും വലിയ മദ്രസ അൽ ഉമ്മ മദ്രസത്തും ഉമ്മയാണ് മദ്രസ. ലോകത്തെ ഏറ്റവും വലിയ പാഠശാല അൽ ഉമ്മ മദ്രസത്തുൻ ഉമ്മാൻ ചൊല്ലത് നല്ലൊരു പാഠശാലയാണ്. ആ പാഠശാലയുടെ നിക്ക് റെഡിയാക്കുക ഇതുണ്ടായെങ്കിൽ നീ ഏറ്റവും നല്ലൊരു തലമാറി റെഡിയാക്കിക്കൊണ്ടുള്ള എന്താ ചെന്നുകൊണ്ടുള്ളേ അഹമ്മദ് ഷൗഖി അൽ ഉമ്മ മദ്രസത്തുൻ ലോകത്തെ ഏറ്റവും നല്ല മദ്രസ ഉമ്മയാണ്. അതുകൊണ്ട് ഉമ്മ നല്ല തക്കവയുള്ളെങ്കിലത്തെ ഉമ്മയാവും. 24 ಗಂಟೆ മൊബൈൽ ഞെക്കണമെങ്കിലത്തെ ഉമ്മാവ് തീറ മക്ക എപ്പാ നോക്കുമ്പോ കേസ് എന്തിരെ ചെന്നെങ്കിൽ എല്ലാം ഞങ്ങളുടെ ഉത്തരവുണ്ട്. നാം പിന്നെ സുഖഗന്ധമല്ല എല്ലാ വെപ്പുണ്ട് എന്തിരെ ചെന്നെങ്കിൽ മൊബൈൽ ഞെക്കണ നമുക്കും ഇതേ സോറ മക്ക ഞങ്ങളെ യാറെ കണ്ട് ഇതിരെ ഇങ്ങനെ രണ്ട് കൈ സൈക്കിൾ ചവിട്ടി ചവിട്ടിയോണ്ടിങ്ങനെ ഒത്തിയുണ്ടോ അത് ഉമ്മക്കും അതേ സോറ അപ്പക്കും അതേ സോറ. പിന്നെ മക്കളെ ദൂരെ മക്ക എപ്പോ നോക്കി മൊബൈലിൽ ഒരു ഉമ്മടെ എങ്ങനെയാണോ കിടാവ് യാറ കണ്ട് അതേയാണ് ഈ കിടാവ് പോലെ നോക്കണേ. മുസ്ഹഫ് നോക്കുന്നത് മഗ്‌രിബ് ഇശായുടെ ഇടക്ക് ഖുർആൻ എടുത്തിട്ട് അവിടെ ഖുർആൻ എടുത്തിട്ട് ഓതരക്കത്തെ ഉമ്മടെ കണ്ടെങ്കിൽ കിടാവ് അത് പഠിക്കല്. മഗ്‌രിബായ ഉടനെ അസറായ ഉടനെ ഫാസ്റ്റ് ഫുഡ് ഊതിന് പോണ്ടെങ്കിലത്തെ ഉമ്മടെ കണ്ടും കിടാവ് അതിനെ പഠിക്കല്. ನಾನು ವೈಕೆ പോണ്ടേ എന്തൊരു ദുരന്തല്ല മുസ്ലിം സമൂഹത്തെ നിങ്ങൾ നോക്കൂ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങജന്ത് മഗ്‌രിബായെങ്കിൽ അതിരാട്ടി മുന്നോട്ട് നിങ്ങളെ മക്കളെ ഔത്ര ഉൾക്കാക്കണു. മഗ്‌രിബ് ആവുമ്പോ നിങ്ങളെ ഔത്ര ഡോർ ಬಂದಾಕണു. എന്തേ ಶೈತಾನ್ ಓಡರಕ್ಕೆತ್ತ ಟೈಮ್ ಆನದು ನಂಗ ಅಸರ ಉಮ್ಮವೇ ಬರ್ತಾಯ ಎನ್ನೆಲ್ಲ ಫಾಸ್ಟ್ ಫುಡ್ ಅಂಗಡಿ ಉಂಟು, ಎನ್ನೆಲ್ಲ ಕೊಯ್ ಮಂದಿ ಉಂಟು, ಎನ್ನೆಲ್ಲ ಕಬರು ಮಂದಿ ಉಂಟು. അതുകൊണ്ട് ಬಂದರೆ ಬಂದಿಲ್ಲ ಗಲ್ಫು കൊയ് ಮಂದಿ ಬಂದಲ್ಲಿ പിന്നെ അടുത്ത് പണ്ടത് അപ്പുറത്തെ ಮಂದಿ എങ്ങനത്തെ ಮಂದಿ കബർ വന്നെങ്കിലും അതിന് മുന്നിൽ പോയിട്ട് ഞാൻ ക്യൂ നിൽക്കടേ എൻ്റെ മക്കളെ അസർ ഇഷായുടെ ഇടക്ക് ഞാൻ ബച്ച് പോയോണ്ടുള്ളേ. പിന്നെ ശൈത്താൻ കൂടാണ്ടിക്കട പിന്നെ എപ്പാ നോക്കിയ സമസ്യ തീരുകയില്ലേ. അയാളെ മുട്ട പോണ്ടേ ഇയാളെ മുട്ട പോണ്ടേ അയാളെ സമസ്യ തീർന്നല്ലാണ്ട് നന്റെ സമസ്യ ബിൽക്കുൽ തീരില്ലേ. നക്ക് എപ്പാ നോക്കിയെങ്കിലും സമസ്യമേ എന്റെ സീക്ക് ഞാൻ മറന്നാക്കിക്കൊണ്ടില്ലേ. അപ്പൊ ഞാൻ ചെന്ന് അൽ ഉമ്മ മദ്രസ ഉമ്മ ഏറ്റവും നല്ല മദ്രസയാണ്. ഖുർആൻ ഓതരക്കത്ത ഉമ്മടെ കണ്ടെങ്കിൽ അല്ലേ മൊബൈൽ ഞെക്കണെങ്കത്ത് ഔത്തു വന്ന് പണ്ടത്തെ ഇമാമിയങ്ങളല്ല അങ്ങനെ കിതാബുകൾ ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര കിതാബ് നോക്കിക്കൊണ്ടിരുന്നാണ്. അങ്ങനെ ഒരാൾ ഔത്തു വന്നെങ്കിലും കിതാബ് നോക്കുന്നത് കണ്ടിട്ടാകുമ്പോ പെഞ്ഞായി ചെന്തുള്ള അല്ല നീക്കൊരു 4 പെഞ്ഞായി നിരങ്ങോ അവത്ത് പോവാം. ഈ കിതാബിടെ എവിടെ നിൽക്കുമ്പോൾ എന്തേ ഔത്തു വന്നിട്ടാകും പെഞ്ഞായിരൊട്ട് ഇതിൽ മുണ്ടണ്ടേ ഇയാൾ അവിടെ വന്നിട്ടും അപ്പൊ അങ്ങനെ ചെന്ന് ഒരു പെണ്ണൊരിക്കലും സമ്മതിക്കാത്ത വിഷയമാണ് അവളിലൊട്ടിയെ പിന്നെ ഒരു പെഞ്ഞായിരം ഉണ്ടാക്കണം ചൊല്ലത്. ലോകത്ത് മരിക്കുമ്പോ അവളിലൊട്ടിയൊക്കെ എടുത്ത് നിന്റെ വസിയത്തെ എന്തിനെ കേട്ട് അവൾ ചെല്ലാള് ഞാൻ മരിച്ച മഞ്ഞിലായിരുണ്ടാണ്ട് അവൾ ചെല്ലുവാളോ പെണ്ണൊരു സ്വഭാവമാണ്. അതൊന്നും സമ്മതിക്കാതെ അപ്പൊ അവിടെ ഈ ഓടിച്ചെന്ന് എന്തിനാ കൊണ്ടുണ്ട നീക്ക് 4 പെഞ്ഞായി കിതാബിൽ ഞാനിത് കണ്ടത് 4 പെഞ്ഞായി നിരങ്ങാവത്ത് ഇത് വേണ്ട ഇണ്ട് മൊബൈൽ നോക്കണമെങ്കിൽ എത്ത മാപ്പിളയുടെ കണ്ടെ പെഞ്ഞായി ചൊല്ലുക നീക്കൊരു 4 പെഞ്ഞായി നിരങ്ങാവത്ത് പോവാ. എന്ത് മൊബൈൽ ഇത് മുസീബത്ത് എന്തോ ഒരു മുസീബത്ത് ഇത്. പെണ്ണൊട്ടി ആണ്ടൊട്ടി പെണ്ണ് ചെല്ലുവാറ് ഇതിരമേ ഞെക്കിട്ട് ഞങ്ങളെ ടൈം അങ്ങ് വയ്ത്ത് അവിടെ പിന്നെ ഖുർആൻ ഓതോ ഇല്ലെങ്കിൽ ഞാൻ മുയാണ്ട് അബുദാബിയിൽ ചെന്നെതിരെ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ നാനും ആക്കടെ മഗ്‌രിബ് നിസ്കരിച്ച ഉടനെ ഖുർആനൊക്കെ കൊണ്ടല്ല എന്നെ മൊബൈൽ ഉണ്ടോ നോക്കണേ വൈഫൈ കിട്ടാൻ നോക്കണേ മഗ്‌രിബിടെ ഇശാ സൂറ ഞാൻ മൊബൈലേ ഞെക്കി എന്തൊരു മുസീബത്താ ഫിത്നത്തുൻ തദ്ഖുൽ വല്ലോ ഔതു കടക്കണങ്കത്തെ ഫിത്നാണ്ട് 1400 വർഷത്തിന് മുന്നിൽ ഈ മൊബൈലിന്റെ ലൈവായി കണ്ട് ചെന്നത് ആര് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഒഴിവാക്കൂ ഞങ്ങളെ കൊണ്ട് സാധ്യമില്ല. എന്നാലും ഒരു ചെറിയ കൺട്രോളെങ്കിലും ഞങ്ങളെ കൊണ്ടാക്കൂ സാധ്യവും. അൽ ഉമ്മ മദ്രസ ഉമ്മ ഏറ്റവും നല്ല മദ്രസയാണ്. തഖ്വയുള്ളെങ്കത്തെ ഉമ്മാവും മക്കൾക്ക് നല്ലത് പരിപാടി കൊടുക്കണമെങ്കത്തെ ഉമ്മാവും ഖുർആൻ ഓതണമെങ്കത്തെ ഉമ്മാവും ഒരു 10 ഖുൽ ഹുവല്ലാഹു അഹദ് ഈ ക്ലാസ്സിൽ വന്നതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ ഉമ്മമാരും ഡെയിലി 10 ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതാ വേഗ ചൊന്നിട്ടു തീർ. ഒരാൾ 10 വട്ട ഡെയിലി ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയെങ്കിൽ ബനല്ലാഹു ലഹു ഖസ്റൻ ഫിൽ ജന്ന സ്വർഗ്ഗത്തിൽ അല്ലാഹു നല്ല ബിൽഡിംഗ് ഉണ്ടാക്കലാണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അസ്മാഉൽ ഹുസ്ന ഓതാ ഡെയിലി വലിയ ബർക്കത്തുള്ളതാണ്. അല്ലാഹുവിന്റെ 99 പേർ ആണിങ്ങ ഓതാ പെണ്ണിങ്ങ ഓതാ ദലായിലുൽ ഖൈറാത്തുൽ ചൊല്ലതൊന്നുണ്ട്. നാളെ മൊബൈലിൽ തന്നെ ദൂരാക്കി വാട്ടുന്നത് 10 മിനിറ്റ് എങ്കിലും
ദലായിലുൽ ഖൈറാത്ത് ചൊല്ലുന്നതിന്റെ ಬಗ್ಗೆ ഒരു 7-8 ഒലിമ്പോ ക്ലാസ് ഞാൻ എടുത്തിട്ടിരുന്നു. അത് എടുത്തിട്ടാകുമ്പോൾ ഇപ്പുറത്തെ ജുബൈലിൽ ഒരാൾക്ക് മെസ്സേജ് ആക്കിയിട്ട് അത് ഇജാസത്ത് അറിഞ്ഞുകൊണ്ട് ഞാൻ ചെന്ന് ഞാൻ അത് അർഹനായാണെന്നുള്ള ഞാൻ ഇജാസത്ത് എടുത്തിട്ട് മാണി ഉസ്താദിനെ മുട്ടാം. മാണി ഉസ്താദ് ഇജാസത്ത് എടുത്തിട്ട് ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്തിലെ ഷെയ്ഖായിൻ്റെ കക്കടിപ്പുറത്ത് അബൂബക്കർ ഷെയ്ഖുകളുടെ വലിയ അയാളെ മുട്ടത്തന്നെ നേരിട്ട് ഇജാസത്ത് എടുത്തിട്ടാണ് മാണി ഉസ്താദ് ചെന്നിട്ടില്ല. അപ്പൊ ദലായിലുൽ ഖൈറാത്ത് എൻ്റെ ജീവിതത്തിൽ പതിവാക്കും. അത് ഏറ്റവും വലിയ പവറും മഹത്വവും ഉള്ളതാണ്. അത് ഓതിയെങ്കത്തെ പെണ്ണുങ്ങളെ ಬಗ್ಗೆ ഈ അടുത്ത് ഞങ്ങളുടെ ജമാഅത്തിൽ ഒരാൾ വന്നിട്ട് എന്ത് ആ ഉമ്മ മരിക്കുമ്പോൾ മൂത്തൊന്നു ഇലവണാണ് ചെല്ലേ നന്റെ പെങ്ങ മരിക്കുമ്പോൾ ആ രംഗം നോക്കിയിട്ട് നന്റെ മനസ്സിലുണ്ട് അത് പോയില്ല. എന്തേ നന്റെ പെങ്ങൾ ദലായിലുൽ ഖൈറാത്ത് ഓതരവളാണ്. അവൾ മരിക്കുമ്പോൾ പുഞ്ചിരിച്ച് മരിച്ചതാണ്, ചിരിച്ചിട്ട് മരിച്ചേ. ചെമ്മ സീക്കല്ല അവൾക്ക് എന്ത്, പക്ഷെ അവളുടെ മയ്യത്ര മുഖം കണ്ടിട്ട് നക്ക് കൊതിയായുണ്ടുണ്ട് സാർ. അതുകൊണ്ട് നക്ക് ദലായിലുൽ ഖൈറാത്തിൽ ഇജാസത്ത് തൻ്റെ ആരെങ്കിലും ഉള്ളാറാ നക്കൊന്നത് ഓതോണുണ്ട്. അയാൾ ചൊന്നുണ്ട് മൂത്തോണ്ട് വന്നിട്ട് ഒരു ഹജ്ജെല്ലാക്കി കഴിഞ്ഞ വർഷം വന്നിട്ട് ഈ വർഷം അയാൾ ചൊല്ലെ നന്റെ പെങ്ങൾ എപ്പോഴും ദലായിലുൽ ഖൈറാത്ത് ഓതറാറ്. അതുകൊണ്ട് മരിക്കുമ്പോൾ അവളുടെ മുഖത്തെ ഈമാൻ ആ പ്രഭ അയാൾ ചൊന്ന് ഉൾപ്പെട്ടു. എന്നിട്ട് അയാൾ ചൊല്ലെ നക്കൊരു ഇജാസത്ത് കിട്ടണോ നക്കും അത് ഓതണോ ചൊന്നിട്ടു. ഞാൻ ചെന്ന് ഞാൻ പോകുമ്പോൾ വൈകാത്ത് പോകുമ്പോൾ മാനിസ്താരൊട്ടി ഒന്ന് പോറും ഇജാസത്ത് എടുക്കും. അപ്പൊ ഞാൻ ചെല്ല ഇതെല്ലാം ഞങ്ങൾ ഔത്തുൽ നിങ്ങൾ ആക്കുമ്പോൾ അത് വലിയ ബർക്കത്തുള്ള സമൃദ്ധിയുള്ള അവായി മാറ്. പെണ്ണ് നല്ല തക്കവയുള്ള എങ്കത്തെ മൈരിഫത്തുള്ള എങ്കത്തെ പെണ്ണാവണം. ഞാനിപ്പ ഞങ്ങൾ ഇഫാദ ക്ലാസ്സിൽ സലീഖ ബീവി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ സംഭവമാണ് എടുത്തുകൊണ്ടുള്ളത്. ഒരു 5 വർഷത്തിന് മുന്നിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ಬಗ್ಗೆ ഞാൻ എടുത്തിരുന്നു. ഒരു 5-6 ക്ലാസ്സിൽ എത്തിയിട്ടിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനൊരു പുതിയ വായനാക്കി പുതിയ പഠിച്ചിട്ട് നോക്കുമ്പോൾ അതൊരു 50 ക്ലാസ് എടുക്കുമ്പോൾ തീരാത്തതാണ്. അതിൽ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിയുടെ അങ്ങേയറ്റം പ്രേമിച്ചെങ്കിൽ ഒരു പെണ്ണിന്റെ കഥ ചൊല്ലു. ആ കഥ എന്തും ഞാനിപ്പോൾ ചൊല്ലുള്ളൂ. 50 ഞാൻ ചൊല്ലണോ അതെന്തും ഞാനിപ്പോൾ വിശദീകരിക്കില്ല. പക്ഷേ ആ ചരിത്രത്തിൽ ഒരു ബദലാവണമുണ്ട്. അത് വല്ലാത്തൊരു ബദലാവണയാണ്. ഏന്ത്രേ ഈ യൂസുഫ് കിട്ടുവാനായിട്ട് ജാവുമ്പോലും പോരാട്ടാക്കിയെത്ത ഇമ്രാത്തുൽ അസീസ് സലീഖാൻ ചൊല്ല ഈ പെണ്ണ്, ആ പെണ്ണ് എന്തെല്ലോ പണിയാണ് എടുത്തത്. റാണിയാണ് യഥാർത്ഥത്തിൽ അസീസിലെ അരമനൽ. അസീസ് ഒരു വയസ്സില്ല ಅಂತ മാപ്പിളേ എല്ലാ വയസ്സും ഇന്നത് പെണ്ണുകൾ. വലിയ ബുദ്ധിമതിയായ പെണ്ണാണ്, സൗന്ദര്യവതിയായ പെണ്ണാണ്. പക്ഷെ യൂസുഫിന്റെ പ്രേമം കൽബിലങ്ങ് വന്നപ്പോ എല്ലാം പോയിട്ട് നശിച്ചു പോയിട്ട്. പക്ഷെ യൂസുഫ് നബി അലൈഹി സ്വലാം അള്ളാഹുടെ അനുസരിച്ചത് കൊണ്ട് ഏറ്റവും വലിയ ആളായിട്ട് ഈജിപ്റ്റ് മന്ത്രിയായിട്ട് നേതാവായിട്ട് അങ്ങനെ ചരിത്രം എവിടെയെല്ലാം പോണ്ട് നിങ്ങൾ നോക്കൂ. അവസാനം യൂസുഫ് നബി അലൈഹി സ്വലാം പരിവാരത്തൊട്ടി ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴാണ് ഒരു പക്ക റോഡ് സൈഡിൽ ഒരു തൊണ്ടിപ്പെണ്ണിങ്ങനെ ഒരു തൊണ്ടിപ്പെണ്ണ് അയ്മ നോക്കിക്കൊണ്ടുണ്ട്. ഇതാര് പണ്ട് റബ്ബേ ഇത് യൂസുഫാണ്. പണ്ട് നാം വല്ലാണ്ട് പ്രേമിച്ചിട്ട് നല്ലതെല്ലാം നശിച്ചെങ്കത്തെ ആ യൂസുഫാണ് വന്നുകൊണ്ടുള്ള എത്ര വലിയ സ്ഥാനാണ് പഠിച്ചുകൊണ്ട് കൊടുത്തത്. ഈമ ചൊല്ലു സുബ്ഹാന മൻ ജഅലൽ മുലൂക അബീദൻ ബിമഅസിയതിഹിം വജഅലൽ അബീദ മുലൂകൻ ബിതഅതിഹിം. രാജാക്കന്മാരെ തെണ്ടരങ്കത്ത റോഡ് സൈഡിൽ തെണ്ടരങ്കത്ത ആളാക്കിയ പഠിച്ചോൺ എന്റെ പഠിച്ചോൺ എതിർകാട്ടിയത് കൊണ്ട് ഞാൻ ആരാണ്? ഞാൻ ഈജിപ്റ്റ് റാണിയാണ്. എത്ര വലിയ സ്ഥാനമാനങ്ങൾ നക്കിട്ട് നന്റെ വോയിസാണ് ആ അരമനയിൽ നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ അതേസമയത്ത് ഈ റോഡ് സൈഡിൽ തെണ്ടരങ്കത്ത തൊണ്ടിപ്പെണ്ണാണ് ഞാൻ. അതേസമയത്ത് ഇതാറ് ഇത് ഗുലാമ. ഈജിപ്റ്റ് മാർക്കറ്റിൽ നന്റെ മാപ്പിള വാങ്ങിക്കൊമ്പന്നെങ്കത്തെ ഗുലാമ. ആ ഗുലാമക്ക് ഇതിന്റെ എത്ര വലിയ സ്ഥാനമാണ്, അയാൾക്ക് എത്ര വലിയ മൗക്കിബാണ്, എത്ര വലിയ ആൾമാറാണ്. സുബ്ഹാന മൻ ജഅലൽ മുലൂക അബീദൻ ബിമഅസിയതിഹിം വജഅലൽ അബീദ മുലൂകൻ ബിതഅതിഹിം. അടിമകളെ രാജാക്കന്മാരാക്കി അല്ലാഹുവാണ് സംശുദ്ധി. അവൻ വലിയ സംശുദ്ധിയുള്ള ആൾ. ഇങ്ങനെ ചൊന്നോണ്ടിരിക്കുമ്പോൾ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ കാതിൽ കേൾക്കട്. അയാൾ ഇങ്ങനെ നോക്കി ആരാണ് ഇത്? പണ്ടത്തെ സലീഖ. യാ റബ്ബി ഞാൻ കിട്ടുകയാ എന്തെല്ലാം ആക്കിയത്, എത്ര പണിയാണ് അത് ചൊന്നിട്ടത് വിശദീകരിച്ച് സൂറത്ത് യൂസുഫ് ഇത്രയും വലിയൊരു പവർ ഉണ്ടോന്ന കിപ്പത്തെ അധ്യയനത്തിലാണ് വന്നത്. ഖുർആൻ ചൊന്നത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. ഏറ്റവും ചന്തത്തെ നല്ല ചരിത്രം നിങ്ങൾക്ക് ഞാൻ ചൊന്തണ്ടായിട്ട് ഖുർആൻ പഠിപ്പാട്ടിയ ഒരു ചരിത്രം അവൽ മുതൽ ആഖിർ വരെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഖുർആനിൽ ചൊന്നിട്ടില്ലെങ്കിൽ അത് യൂസുഫ് ചരിത്രം മാത്രമാണ്. ബനു ഇസ്രായേലിൻ്റെതെല്ലാം അഞ്ഞഞ്ഞഞ്ഞുണ്ട്. അതേസമയത്ത് യൂസുഫ് ചരിത്രം അങ്ങനെ മനസ്സിലാക്കിയ മയ്യാവലെ അത് തുടക്കം മുതൽ ഒടുക്കം വരെ ഓതുന്നുകൊണ്ടാണ് ഖുർആൻ പഠിപ്പാട്ടിയുണ്ടുള്ളത്. അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്വലാം മനസ്സ് വലിയ ബേജാറായിട്ട് നക്കുവേനായിട്ട് എല്ലാം ത്യജിച്ചെടുത്തൊരു പെണ്ണ് യൂസുഫ് നബി അലൈഹി സ്വലാം എന്നാൽ നിങ്ങൾ മങ്ങിലാവട്ടാണ് യാറുവേനായിട്ടല്ലേ ഇത്രയും പോരാട്ടാക്കിലേ, ഇത്രയും പണിയെടുത്തേ, എല്ലാം നശിച്ചത് അതൊക്കെ വേനായിട്ടല്ലേ റെഡി. പക്ഷേ മഞ്ഞിലാവണമുണ്ടായെങ്കിൽ പണ്ടത്തെ സൗന്ദര്യം വേണം. ഈ തൊണ്ടിയാവലെ പണ്ടത്തെ ആ സൗന്ദര്യം എന്നൊക്കെ വേണു. അങ്ങനെ പണ്ടത്തെ സൗന്ദര്യത്താട്ടി അപ്പുറത്തെ സൗന്ദര്യം കിട്ടിയിട്ട് സലീഖ ബീവിയുടെ മഞ്ഞിലേക്ക് ഇമാം സ്വാമി തഫ്സീറിൽ ചെല്ല് ഞാൻ ലോകത്ത് കണ്ട അത്ഭുത ചരിത്രങ്ങളിൽപ്പെട്ടൊരു സംഭവമാണ്. അങ്ങനെ മഞ്ഞിലായിട്ടല്ല. ഇനി മഞ്ഞിലായിട്ടാകുമ്പോൾ മാപ്പിള പിന്നെ അൽഹംദുലില്ലാ ഹലാലായി. പക്ഷേ മാറി യൂസുഫ് നബി അലൈഹി സ്വലാം നോക്കിക്കൊണ്ടുണ്ട് സലീഖ് പണ്ടത്തെ വിഷയില്ല കണ്ടോട്ടിയെ.
ജലീഖക്ക് പണ്ടത്തെ പിരിസയില്ല, പണ്ട് എന്തെല്ലാക്കിയത് ഇന്റെ ആ പിരിസയില്ല. ഇന്റെ യൂസുഫ് നബിക്കാണ് അപ്പുറം പിരിസം. ഒരു നാൾ ബേജാറായിട്ട് കേട്ടി, എന്റെ ഇങ്ങനെ ഇതെല്ലാം കിട്ടുവാനായിട്ട് ഇത്ര പണിയെടുത്തതിക്ക് ഹലാലായി പഠിച്ചോൻ തന്നപ്പോ ഞാൻ വേണ്ടേ. അപ്പൊ അയിമ ചെന്ന മറുപടി എന്താ, അതാണ് ഞാൻ ചെന്ന, അത് ഞങ്ങൾക്ക് കിട്ടണം, ഞങ്ങൾക്കതില്ല, ഞങ്ങൾക്ക് ഈ ലദ്ദത്ത് രസാഞ്ചുള്ളത് ഞങ്ങൾ അനുഭവിച്ചിട്ടേ ഇല്ല. എന്റെ വയ്ക്ക് നഞ്ചല്ലേ എന്തൊരു രസം ഞങ്ങൾക്ക് ഒന്നില്ല. ഈമാൻ ഉണ്ടുകൊണ്ട് ഞങ്ങൾ ചെണ്ട, പക്ഷെ ഈമാന്റെ രസം ഞങ്ങൾക്ക് ഒന്നില്ല. ഷവർമത്തെ രസം ഞങ്ങൾക്ക് ഒന്നുണ്ടു, ಜ್ಯೂಸ್ ಎಂದ್ರೆ ಜೊಂದಂಗೆ ಅದಕ್ಕೊಂದು ಟೇಸ್ಟ್ ನಕ್ಕೊಂದುಂಡು. ಆ್ಯಪಲ್ ಜ್ಯೂಸ್ ಎಲ್ಲರೋಡು ಕೂಡ ಟೇಸ್ಟ್ ಬಂದಿಟ್ಟೈತೆ, ಬಿರಿಯಾನಿ ಚೆಲ್ಲುಂಬ ಅದರ ಟೇಸ್ಟ್ ನನ್ನ ಬಾಯಿಗೆ ಬಂದಿಟ್ಟೈತೆ, ಎಲ್ಲೋ ಫುಡ್ರ ಟೇಸ್ಟ್ ನಕ್ಕೊಂದುಂಡು. പക്ഷെ ഈമാനുಗೆ ഒരു ಟೇಸ್ಟ್ ಉಂಡು ಅಂತ ಚೊನ್ನ ಆಳು ಮುತ್ತನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ. ಅದು ನಕ್ಕ ಗೊಂತಾಯಿಲ್ಲ, ನಾನು ಚೆಲ್ಲ ನಕ್ಕೊಂತೈಟೇ ಇಲ್ಲ. ഈമാനുಗೆ മാധുര്യം ഉണ്ടൂല ബാവ. എന്തരത് ഈമാന്റെ മാധുര്യം കിട്ടണുണ്ടായെങ്കിൽ നന്റെ മുന്നിൽ ഏറ്റവും ഇഷ്ടമുള്ള ആള് അള്ളാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നക്കാവുട പ്രസംഗിക്കൂ സുലഭ, എഴുതൂ സുലഭ, ചൊല്ലുക സുലഭ. പക്ഷേ അത് നന്റെ കൽബിൽ ആയില്ല. അങ്ങനെ അയത്തുണ്ടായെങ്കിൽ ഈമാന്റെ മാധുര്യം കിട്ടുന്നൊക്കെ സാധ്യമാണ്. ഈമാന്റെ മാധുര്യം കിട്ടുമ്പോഴാണ് നിന്റെ ജീവൻ പോയെന്നൊക്കെ വിഷയം എത്ര ആൾമാറാണ് ചരിത്രത്തിൽ നിനക്കത് കാണുക സാധ്യമാവും. നമുക്കൊരു വിഷയമേ അല്ല, നൊമ്പലം അങ്ങ് അനുഭവിക്കില്ലവള. എന്റെ പടച്ചോന്റെ ജമാൽ കണ്ടോണ്ടുണ്ടു, പടച്ചോന്റെ സൗന്ദര്യം കാണുമ്പോ ഒരു പ്രയാസമാവില്ല. വല്ലാത്ത ഈമാനാണ്. സലീഖ കുറെ മിസ്രിലെ പെണ്ണുങ്ങളെ വെച്ചിട്ടല്ലേ പാട്ടായപ്പ. സലീഖ യൂസുഫിനെ പ്രേമിക്കണം ചൊല്ല പാട്ടായപ്പ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് അങ്ങനെ കയ്യിൽ ഫ്രൂട്ട്സ് മുറിക്കൽ കത്തി കൊടുത്തു, അങ്ങനെ കയ്യിൽ ഓറഞ്ച് കൊടുത്തു. അങ്ങനെ യൂസുഫിനൊട്ടിയെ ചൊന്തു വകാലത്തി ഖുറുജ്, ഒന്ന് പുറത്ത് പറഞ്ഞു ചൊന്തു. യൂസുഫ് നബി അലൈഹി സ്വലാം പുറത്ത് പറയുമ്പോ ആ യൂസുഫുടെ സൗന്ദര്യം ജമാൽ കണ്ടെങ്കെത്ത ഇങ്ങളെ കൈ മുറിച്ചാറുണ്ട് ഖുർആൻ ചൊല്ലുന്നത്. ഫഖത്തഅന ഐദിയഹുന്ന, കൈ മുറിച്ചാറ് ഇങ്ങ ചെന്നാറ്. വഖുൽന ഹാശലില്ലാ മാ ഹാദാ ബശറ ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇത് മലക്ക് ബാവ മനുഷ്യരെല്ലാം ചെന്നാറ്. ഇങ്ങ കൈ മുറിച്ചപ്പോ അവിടെ തഫ്സീർ ചൊല്ലും, ഇങ്കದ್ರ നൊമ്പലമേ ಗೊಂತಾയില്ല. കൈ മുറിഞ്ഞെങ്കിൽ നൊമ്പലാവില്ലേ, ഇങ്ക് നൊമ്പല ಗೊಂತಾയില്ല. എന്തേ ഇങ്ങ കണ്ടുകൊണ്ടുള്ളത് ഒരു ജമാലാണ്, സൗന്ദര്യം. അതിലങ്ങ് ലയിച്ചു പോയാൽ ആരെ സൗന്ദര്യം? യൂസുഫ് നബി അലൈഹി സ്വലാമുടെ ജമാൽ കണ്ടതുകൊണ്ട് ಗೊಂತಾയില്ല. അല്ലാണ്ട് നിങ്ങൾ ഔത്തുൽ വെച്ചിട്ട് കൈ മുറിച്ചില്ലെങ്കിൽ നൊമ്പലം ಗೊಂತಾവത്ത്. കൂടെ ഈ സൗന്ദര്യം കണ്ടതുകൊണ്ട് എനിക്ക് നൊമ്പലം ಗೊಂತಾയില്ലാണ്ട എങ്കിൽ ഈ സൗന്ദര്യം കൊടുത്തെനിക്കെത്തൊരു പഠിച്ചോന്നുള്ള അവൻ ഇന്നല്ലാഹ ജമീലുൻ, അവൻ ഭയങ്കര ചന്ത. ആ ചന്തത്തെ വർണ്ണിക്കൂ ലോകത്തൊരു ശക്തിക്കും സാധ്യയില്ല. ആ സൗന്ദര്യത്തെ ടേസ്റ്റ് നക്ക് കിട്ടിയിട്ടുണ്ടായെങ്കിൽ ലോകത്തൊരു നൊമ്പലമേ അല്ല, ഒരു സമസ്യമേ അല്ല. ആ ജമാൽ കൂടെ അനുഭവിച്ചുകൊണ്ടുണ്ടോ സലീഖ. ഒരു കാലത്ത് യൂസുഫുടെ ജമാലാണ് കിട്ടിയേ എങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമുടെ പടച്ച റബ്ബുടെ സൗന്ദര്യം അനുഭവിച്ചുകൊണ്ടുണ്ടോ. അയ്മജത്ത് ലമ്മാ ദുഖ്തു മഅരിഫത്തല്ലാഹി ശഗലനി ദാലിക അൻ കുല്ലി ഷൈ. ഇന്ന് നക്ക് യൂസുഫ് വേണ്ട, ലോകത്തൊന്നും നക്ക് വേണ്ട. എന്റെ ഒന്നുണ്ട നിങ്ങളൊട്ടിയ അർസത്തിലല്ല, പിന്നെ നക്ക് അള്ളാഹുടെ മഅരിഫത്ത് അറിവ് പിർസാൻ ചൊല്ല ഒരു ടേസ്റ്റ് നക്ക് കിട്ടിയിട്ട്. അതുകൊണ്ട് അത് കിട്ടിയപ്പോൾ നിങ്ങളെ ലോകത്തെ ഒന്നും നക്ക കിട്ടിയില്ല. കാരണം നക്ക് നിന്റെ റബ്ബ് കിട്ടിയ, അള്ളാഹു കിട്ടിയ. അജാബൽ ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൻ അലൽ മുഹിബ്ബി ഹറാം. മൈമൂന ബിവി ജന്തൂല, സ്നേഹിക്കണമെങ്കിൽ ആൾ എങ്ങനെയാണ് റബ്ബ് ഉറങ്ങടെ, വർക്ക് ഹറാമാണ്, നക്കത് എന്താവല എങ്ങനെ ചൊന്നിട്ടു ടേസ്റ്റ് ഇല്ലല്ലേ. അള്ളാഹുടെ മഅരിഫത്തിനെ ಬಗ್ಗೆ നാനൊരു പക്ക ക്ലാസ് എടുത്തപ്പ അയാൾ നക്ക് ഫോണാക്കിയിട്ട് കേൾക്കട്ടെ, അതെങ്ങനെ കിട്ടേ നക്ക് ഒന്ന് വേണ്ട. ഫസ്റ്റ് നക്കും ഒന്നില്ല, അയാളും ഒന്നില്ല, ചൊല്ലവനും കേൾക്കടവനും ഒരുപോലെ ആയോണ്ടുള്ള ഇത് ചൊല്ലത് മാത്രമാണ്. ഹലാവത്ത് എന്തേലും നക്ക് ഒന്നായില്ല. ഞങ്ങൾ ഈ ഒരു ഷറിൽ പെട്ടുപോയില്ല. എന്തേലും നക്ക് അന്തജായുണ്ട്, പ്രസംഗിക്കുക വളരെ ഈസിയാണ്. പക്ഷെ ഞാൻ ചൊന്നുകൊണ്ടുള്ളേ ആ ഈമാന്റെ ഹലാവത്ത് ഞങ്ങളെ ഈ പ്രവർത്തനങ്ങളിലൂടെ, അതുപോലെ ഞങ്ങളെ ബാക്കി കാര്യക്രമങ്ങളിലൂടെ ഞങ്ങൾക്കത് കിട്ടുന്നു, ടേസ്റ്റ് കിട്ടുന്നു. അങ്ങനെ ഒരു ഹലാവത്ത് ഒരാൾ കിട്ടിയിട്ടുണ്ടായെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാഹു ഞങ്ങളെ ഇഷ്ടപ്പെടുക, മരിക്കുമ്പോൾ നല്ല സന്തോഷത്തിൽ മരിക്കുക. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിച്ചുകൊണ്ടുള്ള ചെമ്മൻ ആറയിത്ത് ഇനിയൊരു അവസരം കിട്ടിയെന്ന് നമുക്ക് സംസാരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ.